ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീബിനാലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഒത്തിരി വിശേഷ അതിഥികൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുതുവർഷത്തെ നമുക്കൊന്നും കൂടെ ഒന്ന് ഓർക്കാം. പുതുവർഷത്തിന് ശേഷം എനിക്ക് ജോബി സാർ ആദ്യമായിട്ട് അവിടെ വന്നത്. പുതുവർഷത്തെ ആശംസകളൊക്കെ നൽകിയത് ജോബി സാറായിരുന്നു. എനിവേ, പുതുവർഷത്തിന്റെ ടോപ്പിക്കാണ് നമ്മളിപ്പം കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് സുജിത്തിന്റെ ന്യൂ ഇയർ ന്യൂ ലൈഫ് ഈ ഒരു സിസ്റ്റവുമായി ബന്ധപ്പെട്ട് മൂന്നാമത്തെ ക്ലാസ്സുകളാണ് അല്ലെങ്കിൽ സെഷനാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 സെഷൻസിലും പുതിയ ലൈഫിലേക്ക് നമ്മൾ തിരിയണമെങ്കിൽ എന്തൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കണമെന്ന് കൃത്യമായി ഓർമ്മിപ്പിച്ചിരുന്നു. അപ്പൊ ഈ സെഷന് നമുക്ക് അതേപോലെ തന്നെ പ്രതീക്ഷിക്കാം. പുതുവർഷത്തിൽ പുതിയ ഒരു ലൈഫിലേക്ക് മുന്നോട്ട് പോകാൻ നമ്മളെ സഹായിക്കുന്ന എന്തെങ്കിലുമൊക്കെ സൂത്രവിദ്യകൾ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കും എന്ന് വിചാരിക്കാം. നിങ്ങളെല്ലാവരുടെയും പേരിൽ സുജിത്തിനെ ഞാൻ വെൽക്കം ചെയ്യാണ്. സുജിത്ത്, യു ആർ വെൽക്കം. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം. കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ജോർജ് അച്ഛനെ കാണാൻ സാധിക്കുന്നത്. ന്യൂ ഇയർ ന്യൂ ലൈഫ്. ശരിക്കും നമ്മളെല്ലാവരും ഓരോ പുതുവർഷത്തിലും ഒട്ടനവധി തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. പക്ഷെ എത്രത്തോളം അത് പ്രാവർത്തികമാക്കാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറച്ചു കാലം കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നു, പിന്നീട് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ഒരു ഹാബിച്വൽ പാറ്റേണിലേക്ക് അത് എത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പം ശരിക്കും നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഗുണനിലവാരത്തെ നിശ്ചയിക്കുന്നത് ശരിക്കും നമ്മുടെ ഹാബിറ്റുകളാണ്. അതായത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണോ അത് തന്നെയാണ് നമ്മുടെ ഹാബിറ്റായി മാറുന്നത്. ശരിക്കും ജീവിതത്തിന്റെ ശരിക്കും സക്സസിന് ഒരുപാട് ഡെഫിനിഷൻ ഉണ്ട്. ശരിക്കും എന്താണ് റിയൽ സക്സസ്? നമുക്ക് ഓരോരുത്തരെയും ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിട്ട് പോവാം. എന്താണ് സക്സസ്? അച്ഛൻ തന്നെ പറഞ്ഞോളൂ. എന്താണ് റിയൽ സക്സസ്? അങ്ങനെ എളുപ്പം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല കേട്ടോ സക്സസ് എന്നാന്നുള്ളത്. ഓരോ ദിവസവും ബെറ്റർ ആയിട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പറയാം. ഹാപ്പിനെസ് ആണല്ലോ അല്ലെ നമ്മൾ തേടുന്നത് പ്രധാനമായിട്ടും, അല്ലെ? സന്തോഷം. ഇല്ലെങ്കിൽ പിന്നെ വേറൊരു കാര്യം ചെയ്യുന്നത്, ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ തലേദിവസം മൊത്തം എഴുതി വെക്കും, പിറ്റേ ദിവസം എന്താണ് ചെയ്യേണ്ടത്, എന്നിട്ട് അന്ന് തന്നെ അത് കാൽക്കുലേറ്റ് ചെയ്യും. ഞാൻ ഇന്ന് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ഞാൻ ചെയ്തോ, അപ്പം എൻ്റെ എല്ലാം ഓക്കെ ആണെങ്കിൽ ഐ എം സോ ഹാപ്പി, ഗ്രേറ്റ്ഫുൾ എന്നുള്ളതാണ് എൻ്റെ തീരുമാനം. ടു ഡു ലിസ്റ്റ് എന്ന് പറയും അല്ലെ അതിന്? ശരിക്കും പറഞ്ഞാൽ ബക്കറ്റ് ലിസ്റ്റ് എന്നൊക്കെ പറയും. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുക, അതിനുശേഷം വെട്ടുക അല്ലെ. ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അടുത്ത ദിവസത്തേക്ക് അത് മാറ്റി വെക്കും. ഇന്ന് ചെയ്യേണ്ടത് ഇപ്പൊ തന്നെ ചെയ്യുക എന്ന മെത്തേഡ്. ശരിക്കും സക്സസിന്റെ ഡെഫിനിഷൻ നമുക്ക് എന്താണോ ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. ജോബി സാറിന്റെ ഡെഫിനിഷൻ എന്താണ് സക്സസ്? പെട്ടെന്ന് ചോദിച്ചുകൊണ്ട് പെട്ടെന്ന് അറിയാവുന്നവരോട് പറയാം. നമ്മളെല്ലാം ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ്. ദർ ഈസ് എ പർപ്പസ്. അല്ലാതെ ഒരു എല്ലാ മനുഷ്യജീവികളും ലോകത്തേക്ക് വന്നിരിക്കുന്ന ഒരു പ്രത്യേക പർപ്പസോടു കൂടിയാണ്. സോ വി ഹാവ് ടു ഫൈൻഡ് അവർ പർപ്പസ്. നമ്മളെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക, അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക. അവസാനം ഈ ലോകത്തിൽ നിന്ന് വിട്ടുപോകുമ്പോൾ നമ്മുടേതായ ഒരു കാൽപ്പാട് ഈ ലോകത്തിൽ അവശേഷിപ്പിച്ച് നമ്മളെക്കുറിച്ച് കുറെ നന്മകൾ ഈ ലോകത്തിൽ അവശേഷിപ്പിച്ച് നമ്മൾ ഈ ലോകത്തിൽ നിന്ന് തിരിച്ചു പോയി കഴിഞ്ഞാൽ വി ക്യാൻ സേ അവർ ലൈഫ് ഈസ് സക്സസ്ഫുൾ. താങ്ക് യു. നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം, ഇതിൽ പർപ്പസ് ഉണ്ടാവണം അല്ലെ. ഓരോരുത്തർക്കും ഈ ഭൂമിയിലേക്ക് വന്നതിന് ഒരു പർപ്പസ് ഉണ്ട്. അത് ഫുൾഫിൽ ചെയ്തിട്ട് നമ്മൾ പോകുന്ന സമയത്ത് നമ്മളിവിടെ അവശേഷിപ്പിക്കുന്നതാണ് ശരിക്കും ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു മഹത്വം. അത് ഫൈനാൻഷ്യൽ ആൻഡ് ഫിസിക്കൽ അസറ്റുകളാണോ അതോ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ നമ്മൾ അവശേഷിപ്പിക്കുന്നതാണോ? ജോബി സാറിനോട് തന്നെയാണ്. ഞാൻ ഫൈനാൻസിനെ തള്ളിക്കളയുന്നില്ല. ഫൈനാൻസ് ചാരിറ്റി ചെയ്യണമെന്നുണ്ടെങ്കിൽ പൈസ വേണം. പക്ഷെ അതിനപ്പുറമായിട്ട് മനുഷ്യ ഹൃദയങ്ങളിലെ മനുഷ്യരെ സ്പർശിക്കുന്ന നമ്മൾ മദർ തെരേസയോ മഹാത്മാഗാന്ധിയോ കാണാൻ പറ്റില്ല, പക്ഷേ ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ എത്രയോ ആയിരം മനുഷ്യർ ദിവസവും ഈ ലോകത്ത് നിന്ന് മരിച്ചു പോകും. അവരെയൊക്കെ മരിച്ച ശേഷം കുറച്ച് നാൾക്ക് ഓർത്തിരിക്കുന്ന കുറെ ബന്ധുക്കളോ അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കളോ അതിന് ശേഷം മറന്നു. പക്ഷെ ഗാന്ധിജിയെ പറഞ്ഞിട്ടില്ല.
നമ്മള് തെരേസയെ പറഞ്ഞിട്ടില്ല, നമ്മള് മാർട്ടിൻ ലൂതർ കിങ്ങിനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ എത്രയോ ആൾക്കാരുടെ പേരുകൾ നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. എന്തുകൊണ്ട് അവരെ നമ്മൾ മറക്കുന്നില്ല? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. തീർച്ചയായിട്ടും. ഉലയനാൻ സർ. ഞാൻ ജോബി സാറിന്റെ കൂടെ കൂടുകയാണ്. ഓക്കെ. ഈശ്വരൻ നമ്മളെ ഇങ്ങോട്ട് അയച്ചതിന് അദ്ദേഹത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നമ്മൾ എപ്പോഴാണോ നമ്മളുടേതാക്കി മാറ്റുന്നത്, അത് ദൈവത്തിന് മറുപടി കൊടുക്കാൻ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമുക്ക് എപ്പോഴാണോ കഴിയുന്നത്, അവിടെയാണ് നാം നമ്മുടെ സക്സസ് ആയി കാണുക. അതാണ് നമ്മുടെ സക്സസ്. സന്തോഷം. സർ, റോയ് സാറിന്റെ കൂടെ മറുപടി കിട്ടാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും പ്രവൃത്തികളും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ പൂർത്തീകരിക്കാൻ പറ്റിയാൽ അത് നമ്മളൊരു സക്സസ് ആയി നമ്മൾ കാണും ഒന്നതുപോലെ. അതുപോലെ തന്നെ നമ്മളുടെ പ്രവൃത്തിയും നമ്മൾ നേടുന്ന കാര്യങ്ങൾ സമൂഹവും മറ്റുള്ളവരും കൂടെ അംഗീകരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഒരു സക്സസ്ഫുൾ ലൈഫായിരുന്നു എന്ന് മറ്റുള്ളവർ പറയും. ഇതാ ഞാൻ മനസ്സിലാക്കിയ സക്സസ്. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. നമ്മളെപ്പോഴും മോട്ടിവേഷനും ഇൻസ്പിറേഷനും തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും ഞാൻ പറയാറുണ്ട്. ഇൻസ്പിറേഷൻ കുത്തിവെച്ചിരിക്കണേ. സർ, വിൻസൻ സർ. സോറി, അറിയാണ്ട് പറഞ്ഞു പോയത്. ഓക്കെ. തീർച്ചയായിട്ടും നമുക്ക് ചില വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കും. ചില ആളുകൾ പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആക്സിഡന്റ് ഒക്കെ പറ്റി കിടക്കുകയാണ്, ബെഡ് റിഡനായിട്ട് കിടക്കുകയാണ്, 2 കാലും ഫ്രാക്ചറാണ്. ഇങ്ങനെ ഭയങ്കര വിഷമിച്ച് കിടക്കുമ്പോൾ ഒരുപാട് പേര് കാണാൻ വേണ്ടി വരും. അപ്പൊ അവര് പലരും പറയും, കുഴപ്പമില്ലല്ലോ സുജിത്തെ, കാരണം വണ്ടി ഓടിച്ച ഡ്രൈവറും എന്റെ തൊട്ടടുത്ത് തന്നെ ആൾ മരിച്ചുപോയി, അപ്പൊ നീ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ, ഇതിനേക്കാൾ വലുതെന്തോ വരാനിരുന്നായിരുന്നു, അതുകൊണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരുപാട് പേര് പറയുമ്പോഴും എനിക്കൊരു ആശ്വാസമായിട്ട് തോന്നിയില്ല. പക്ഷേ ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു ചേട്ടനുണ്ട്, പുള്ളി വിൻസെന്റ് ഡീപ്പോയിലൊക്കെ വർക്ക് ചെയ്യുന്നതാണ്, ദൈവപുത്രൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. പുള്ളി ഒരു ചാരിറ്റി ഓർഗനൈസേഷനുമായിട്ട് കണക്ട് ചെയ്തൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഇൻസ്പിറേഷണൽ ആയിരുന്നു. കാരണം അപകടം സംഭവിച്ചു, പക്ഷെ ഒരുപാട് 2 പേര് മരിച്ചു, ഇതൊക്കെ സംഭവിച്ചു. പക്ഷെ സുജിത്ത് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതിന് ദൈവം ഒരു ഉദ്ദേശമുണ്ട്, ഒരു പർപ്പസ് സുജിത്തിന്റെ ജീവിതത്തിൽ അവശേഷിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സുജിത്ത് ഇപ്പൊ ജീവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള വേർഡായിരുന്നു. കാരണം ഉറങ്ങിപ്പോയത് കൊണ്ടാണ് അപകടം ഉണ്ടായത്. ഉറങ്ങുന്ന സമയത്ത് ഒരു ടാങ്കർ ലോറി വന്നു കഴിഞ്ഞാല് അതേസമയത്ത് കറക്റ്റായിട്ട് എന്നെ ഒരു ലാൻഡ് ചെയ്യിച്ചു, താഴെ കൊണ്ടുപോയിട്ട് ലാൻഡ് ചെയ്യിക്കുകയാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ സംഭവിക്കണമെങ്കിൽ, ഇല്ലെങ്കിൽ നേരെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങൾ തീരും. അപ്പുറത്ത് നിന്ന് വണ്ടിക്കാരൻ അറിയില്ല ഞാൻ ഉറങ്ങിയതാണെന്നുള്ളത്. അപ്പൊ പെട്ടെന്ന് തീരും. പക്ഷേ ഈ ഭൂമിയിൽ എന്നെ അവശേഷിപ്പിച്ചത് ഇപ്പോഴും ഞാൻ ജീവിച്ചിരിക്കുന്നതിന് ഒരു ലക്ഷ്യമുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് അതെനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. ഞാൻ പലതവണ ചിന്തിച്ചു. പക്ഷെ ഒരുപക്ഷെ ഒരുപാട് ആളുകൾ വന്ന് ഒരുപാട് ആശ്വാസ വചനങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും എൻ്റെ ഉള്ളിലുള്ള ചിന്ത എപ്പോഴും റിബൽ ചിന്തയായിരുന്നു. കാരണം എൻ്റെ തൊട്ടടുത്ത വീട്ടിലെ ചേട്ടനാണ്, പുള്ളി ഒരുപാട് കാലമായിട്ട് പരിചയമുള്ളതാണ്. പുള്ളി വന്ന് പറഞ്ഞു, ഇത്രയല്ലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ നോക്കിയിട്ട്, നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, കാരണം എൻ്റെ അവസ്ഥ എനിക്കല്ലേ അറിയൂ, നിങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ എന്ന ചിന്തയായിരുന്നു. പക്ഷെ ജീവിതത്തിൽ ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നതിന് ഒരു ലക്ഷ്യമുണ്ട്. കാരണം അത് ദൈവത്തിന്റെ നിയോഗമാണ് എന്ന് തിരിച്ചറിയുന്ന നിമിഷം ജീവിക്കാൻ ഒരു ഇൻസ്പിറേഷനാണ്. ആസ് ലൈക്ക് ബ്രീത്ത്, ജീവശ്വാസം നൽകുന്നത് പോലെ എനിക്ക് തോന്നി. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ ഒരു ലക്ഷ്യം നമുക്ക് കണ്ടെത്താൻ സാധിച്ചാൽ, അതായത് ഒരു മഹത്തായ ലക്ഷ്യമോ പദ്ധതിയോ മനസ്സിൽ ചിറക് വിടർത്തുമ്പോൾ നമ്മുടെ കഴിവുകൾ പരിമിതികളെ അതിജീവിക്കും, അത് മഹത്തായ മറ്റൊരു തലത്തിൽ എത്തിച്ചേരും എന്നാണ് പതഞ്ജലിയിൽ പറയുന്നത്. ഇത് തന്നെയാണ് ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന ബുക്കിലൂടെ ഹൈലൈറ്റ് ചെയ്യുന്നത്. നമ്മളുടെ മനസ്സിലേക്കൊരു പദ്ധതി, അതായത് പുതുവർഷം നമ്മൾ തുടങ്ങുന്നു, പക്ഷെ ഒരു ഗ്രേറ്റ് പർപ്പസ് നമ്മുടെ മനസ്സിൽ വരികയാണെങ്കിൽ, അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ, നമ്മളുടെ ജീവിതത്തിന് ഒരു മഹത്തായ തലം, മഹത്തായ ഒരു മാനം
കൈവരും. അപ്പം അതിനെയാണ് വിഷൻ എന്ന് പറയുന്നത്. ശരിക്കും വിഷൻ എന്ന് പറഞ്ഞാൽ ദർശനം, അല്ലെങ്കിൽ നമുക്ക് എവിടെ എത്തണം എന്നുള്ള വ്യക്തമായ അവബോധം അത് നമുക്കുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഡിസിപ്ലിൻഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. ഡിസിപ്ലിൻ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. ഡിസിപ്ലിനോടുകൂടി വ്യക്തമായ ലക്ഷ്യം, അത് നമുക്ക് എന്തുമാവാം. ഒരു പാട്ടുകാരനാണെങ്കിൽ ഏറ്റവും ലോകത്തിന് സംഭാവന നൽകുന്ന ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള സോങ്സ് പാടുന്നതാവാം. അതല്ലെങ്കിൽ മറ്റ് നമ്മുടെ ടാലന്റ് ഉള്ള ഏത് മേഖലയാവാം. ആ മേഖലയിൽ നമ്മൾ ലോകത്തിന് സംഭാവന നൽകാൻ തീരുമാനിച്ചാൽ ഏത് മേഖലയാണ്, അതായത് നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കുന്നു. ജനിച്ച ഓരോ മനുഷ്യരും ചെറുപ്പത്തിലെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് ഈ ലോകം നിനക്ക് വേണ്ടിയുള്ളതാണ്, നിനക്ക് വേണ്ടി നീ ജീവിക്കൂ എന്നുള്ളതാണ്. അപ്പോഴാണ് ഫൈനാൻഷ്യൽ അസറ്റ്, ഫിസിക്കൽ അസറ്റ് ഒക്കെ പറയുന്നത് അതെല്ലാം നമുക്ക് വേണ്ടിയാണ്, ഇല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണ്. അതിനപ്പുറത്തേക്ക് മറ്റൊരാൾക്ക് വേണ്ടി ഇല്ലെങ്കിൽ ലോകത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും അൺകണ്ടീഷണലി സംഭാവന ചെയ്യുന്നുവെങ്കിൽ അതിൽ നിന്നും നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. അതിനൊരു ലിമിറ്റേഷൻ ഇല്ല. പക്ഷെ പലപ്പോഴും നമ്മളിൽ പലർക്കും അത് ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം നമ്മൾ അത് ശീലിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. കാരണം ഒരുപക്ഷെ സ്വാമി വിവേകാനന്ദന്റെ ഒക്കെ ജീവിതം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. സ്വാമി വിവേകാനന്ദനെ ഇൻസ്പയർ ചെയ്തത് അദ്ദേഹത്തിന്റെ അമ്മയായിരുന്നു. കാരണം ആരെങ്കിലും യാചകരൊക്കെ വരുന്ന സമയത്ത് അത്യാവശ്യം തുണിയും സാധനങ്ങളൊക്കെ കൊടുക്കും, ഈ കൊച്ചു നരേന്ദ്രന്റെ കൈകളിൽ നിന്ന് കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ അബ്ദുൽ കലാമിനെ ഇൻസ്പയർ ചെയ്തതും അദ്ദേഹത്തിന്റെ അമ്മയാണ്. കാരണം അബ്ദുൽ കലാം പഠിക്കുന്ന സമയത്ത് മകൻ എന്താണ് പഠിക്കുന്നതെന്ന് പോലും അറിയാതെ അമ്മ വന്നിരിക്കുമായിരുന്നു. കൗതുകത്തോടുകൂടി, വിടർന്ന കണ്ണുകളോടുകൂടി എന്താണ് മകന് ചെയ്തു കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട്, ഉറക്കം വരുവാണെങ്കിൽ ചായ തിളപ്പിച്ചു കൊണ്ട് കൊടുക്കുക. അതായത് അവർ ചെയ്യുന്നത് ഇൻഫ്രാസ്ട്രക്ചർ, അതായത് ആ ഒരു സമയത്ത് എൻവയോൺമെന്റൽ ക്രിയേഷൻസ് മാത്രമാണ് ചെയ്തിരുന്നത്. കാരണം ആ ഒരു ആറ്റിറ്റ്യൂഡിനെയാണ് ഒരു കർഷകന്റെ മനോഭാവം എന്ന് പറയുന്നത്. ശരിക്കും നമുക്ക് ചുറ്റുപാട് നോക്കിയാൽ ഒരു കൃഷിക്കാരന്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് ചോദിച്ചാൽ, കൃഷിക്കാരൻ സദാസമയവും താൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചിന്തിക്കുന്നത്. വിളവിനെ കുറിച്ച് അദ്ദേഹം ചിന്തിക്കാറേ ഇല്ല. കാരണം അദ്ദേഹത്തിന് അറിയാം, ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട പോലെ ചെയ്താൽ വിളവ് ലഭിക്കും. ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട പോലെ ചെയ്താൽ വിളവ് ലഭിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായ ഒരു പ്രോസസ്സാണ്. നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് എല്ലാ മേഖലകളിലും ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഒരു ഗ്രേറ്റ് പർപ്പസ് എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നു 3 തലങ്ങളിലൂടെ നമുക്കതിനെ കണക്കാക്കാം. ഒന്ന്, സ്വയം അറിയുക. സ്വയം അറിയാൻ എന്താണ് ഒരു മാർഗം? നമ്മൾക്ക് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്താണ്? സ്വയം തിരിച്ചറിയാനുള്ള മാർഗം. ഉലയണ്ണൻ സാർ തന്നെ പറയൂ. സ്വയം തിരിച്ചറിയാനുള്ള മാർഗം കണ്ണാടി നോക്കിയാൽ മതിയോ? എൻ്റെ പ്രവർത്തനങ്ങൾ തന്നെയാണ് എന്നെ തിരിച്ചറിയാനുള്ള മാർഗം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിലൊരു തേർഡ് പേഴ്സൺ വ്യൂ പ്രോസസ് എന്ന് പറയും. നമ്മളുടെ പ്രവർത്തനങ്ങൾ നമുക്ക് വേറിട്ട് കാണണമെങ്കിൽ അത് എഴുതി വെച്ചാൽ മതി. ഇപ്പം എത്രയാണെന്ന് ഡേറ്റ്? നമ്മൾ ഡയറി എഴുതുന്ന ആളുകളുണ്ടോ ഈ കൂട്ടത്തിൽ? ഡയറി എഴുതുന്നവർ, ഡയറി എഴുതുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാൻ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എഴുതി വെക്കാറുണ്ട്. എഴുതി വെക്കാറുണ്ടല്ലേ? ശരിക്കും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആ പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കും ഭാവിയിലേക്ക് നമ്മൾ ഓർത്തിരിക്കുന്നുണ്ടാവുക. അപ്രധാനമായ സംഗതികളൊക്കെ മറന്നുപോകും, സ്വാഭാവികമാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ദിവസത്തെ കാര്യങ്ങൾ നമ്മൾ എഴുതി വെച്ചാൽ നമ്മളത് പിന്നീട് നമ്മൾ നോക്കി വായിക്കുന്ന സമയത്ത്, അതായത് ഒരാഴ്ച കംപ്ലീറ്റ്, ഇന്ന് ഡേ 1, ഇപ്പം 1-ാം തീയതി മുതലാണ് സാധാരണ തുടങ്ങാറുള്ളത്. നമ്മൾ ഡയറി എഴുതുന്ന ശീലം, അത് ശീലമാണ്. ആ ശീലം നമ്മൾ പരിശീലിച്ചാൽ
അത് ശീലമായി മാറിയാൽ, ഡയറി എഴുതുക എന്നുള്ള പ്രവൃത്തിയാണ്, അത് ശീലമാക്കി മാറ്റിയാൽ, അതായത് നമ്മൾ പല്ല് തേക്കാതെ ഒരു ദിവസം നമുക്ക് എങ്ങനെയായിരിക്കും? പല്ല് തേക്കാത്ത ഒരു ദിവസം ഒരു അസ്വസ്ഥത ഉണ്ടാവുമോ? ഇന്ന് രാവിലെ ഞാൻ പല്ല് തേച്ചിട്ടില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടുണ്ടാവില്ലേ? അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ശീലമാണ്. നമ്മുടെ ശീലം സ്ഥിരമായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു അസ്വസ്ഥത ഉണ്ടാവുന്നുവെങ്കിൽ അത് ചെറുപ്പകാലങ്ങളിലെ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ പരിശീലിപ്പിച്ചതാണ്. ശരിയല്ലേ? ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നമുക്ക് പല്ല് തേക്കാൻ ഇഷ്ടമുണ്ടായിരുന്നോ? നമ്മുടെ പേരക്കുട്ടികൾ പല്ല് തേപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യാറുണ്ട്? പക്ഷേ നിർബന്ധപൂർവം നമ്മൾ അവരെ ഫോഴ്സ് ചെയ്ത് അതൊരു ശീലമാക്കി മാറ്റുന്നു. അപ്പൊ ഈ ഹാബിറ്റാണ്, ഈ ഹാബിച്വൽ പാറ്റേണിലേക്ക് ഈ പുതുവർഷത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ടുന്ന ഒരു ശീലമാണ് ഡയറി എഴുതുക എന്നുള്ളത്. ഇന്നത്തെ ദിവസത്തെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ രേഖപ്പെടുത്തിയാൽ ഒരു വർഷം കഴിഞ്ഞ് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളിലെ നമ്മെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പലപ്പോഴും ചിരി വരും, ചിലപ്പോൾ സങ്കടം വരും ആ ഡയറി കുറിപ്പുകളെ ഇങ്ങനെ നോക്കുമ്പോൾ. അത് നമ്മുടെ ശീലമാക്കണമെങ്കിൽ, ഏതൊരു ശീലവും നമ്മുടെ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ 3 ഇന്റർസെക്ടർ ഉണ്ട്. ഒന്ന് വാട്ട് ടു ഡു, ഹൗ ടു ഡു ആൻഡ് വാണ്ട് ടു ഡു. വാണ്ട് ടു ഡു ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഇൻ അവർ ലൈഫ്. What to do is a theoretical paradigm. How to do, that's a practical side. And want to do, that's most important point. If you want, നിങ്ങൾക്ക് വേണമോ എന്നുള്ളതാണ്. നമ്മൾ എന്തും ഒരാവശ്യത്തിന് വേണ്ടി, ഒരു നീഡ് നമ്മുടെ മുമ്പിൽ വരുമ്പോൾ മാത്രമാണ് അത് ഒരു ശീലമായി മാറുന്നത്. ഒരു നീഡ്, ഒരാവശ്യം നമ്മുടെ മുമ്പിൽ വരുന്നു, അതിനുവേണ്ടി അതെങ്ങനെ, എന്ത് എന്നുള്ളത് രണ്ടാമത് സെക്കൻഡറി ആൻഡ് തേർഡ് പാർട്ടാണ്. അപ്പോ നമ്മുടെ ജീവിതത്തിൽ പുതുവർഷത്തിൽ നാം സ്വായത്തമാക്കേണ്ട, നാം പരിശീലിക്കേണ്ട, നാം ദൈനംദിനേന ചെയ്യേണ്ടുന്ന ഒരു പ്രവൃത്തിയായി ഡയറി എഴുത്ത് നമ്മൾ പരിശീലിക്കുമ്പോൾ നിരന്തരമായി, ആദ്യം ബുദ്ധിമുട്ടുണ്ടാവും, ആദ്യമൊന്നും ഉണ്ടാവില്ല, 1-2 ദിവസമൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് അത് പ്രാവർത്തികമാക്കുന്ന സമയത്ത് വലിയ വലിയ വ്യത്യാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത് കാരണമാകും. കാരണം നമ്മളെ തന്നെ നമുക്ക് അപഗ്രഥിക്കാനുള്ള, നമ്മളെ തന്നെ ഒരു പുനർവിചിന്തനത്തിന് വിധേയമാക്കാനുള്ള ഒരു പോയിന്റ് ആണ്. അതായത് നമ്മൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത്, ആ ഡയറിയിലൂടെ എടുത്ത് ഇങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് കഴിഞ്ഞ കാലങ്ങളെ നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും, അതിനെ നമുക്ക് റീബിൽഡ് ചെയ്യാൻ സാധിക്കും. മഹാത്മാഗാന്ധിയൊക്കെ ഫോളോ ചെയ്തൊരു മെത്തേഡാണിത്. ശരിക്കും അദ്ദേഹം മിതവ്യയശീലം കൂടി പരിശീലിക്കുമായിരുന്നു. കാരണം വരവ് ചിലവ് കണക്കുകളും കൂടി എഴുതി വെക്കുമായിരുന്നു. നമ്മൾ എത്ര പേർ വരവ് ചിലവ് കണക്കുകൾ എഴുതി വെക്കാറുണ്ട്? ആരെങ്കിലും ഉണ്ടോ? പറയട്ടെ. പറഞ്ഞോളൂ സാർ. എനിക്ക് വരുമാനം ലഭിച്ചു തുടങ്ങിയത് ജോലി കിട്ടിയ ശേഷമാണ്. ജോലി കിട്ടിയ അന്ന് മുതൽ ഇന്ന് വരെ ഇങ്ങനെ 200 പേജിന്റെ ഒരു ബുക്ക് ഞാൻ വായിക്കും. 200 പേജിന്റെ ബുക്ക് നിങ്ങൾക്ക് നോക്കിയാൽ ഈ വർഷത്തെയാണ്. ഈ കണക്കുകൾ കാണാമെങ്കിൽ കാണാം. എല്ലാ ദിവസത്തെയും എൻ്റെ വരവും ചെലവും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. 35 വർഷത്തെ, 32 3-4 ബുക്കുണ്ട്. 32 45 വർഷത്തെ എൻ്റെ സകല വരവും കണക്കും എൻ്റെ കയ്യിലുണ്ട്. തീർച്ചയായിട്ടും സാർ, അതൊരു മിതവ്യയശീലം. അതായത് സാർ അത് ചെയ്യുന്നതോളം സാറിനെ തന്നെ ഒരു അച്ചടക്കം, ഡിസിപ്ലിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് പാർട്ടാണ്. നമ്മളിൽ പലർക്കും അത് ചെയ്യാൻ സാധിക്കാറില്ല. വേറെ ആരെങ്കിലും ഉണ്ടോ? ഒരാളും കൂടി. സർ, ഞാനത് ചെയ്തിരുന്നു. പിന്നീട് ഞാൻ ആലോചിക്കുമ്പം അതൊരു വ്യർത്ഥ വ്യായാമമായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നു. കാരണം വേറൊന്നുമല്ല, എൻ്റെ വരവിനെ കുറിച്ചുള്ള ധാരണ എനിക്ക് പൂർണ്ണമായിട്ടുമുണ്ട്. അതുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ള ധാരണയുമുണ്ട്. പക്ഷെ ഞാൻ ഡയറിയിൽ എന്തെങ്കിലും
എൻ്റെ കണക്കുകൂട്ടലിൽ നിന്ന് വ്യത്യസ്തമായി വരുന്നു എങ്കിൽ അത് മാത്രം അന്നേരം എഴുതി വെച്ചിട്ട് അത് പിന്നീട് കോമ്പൻസേറ്റ് ചെയ്യാനുള്ള ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് ഞാനത് ചെയ്യാറുണ്ട്. ഇപ്പോൾ തീരെ എഴുതാറില്ല ചില വരവ് ചെലവുകൾ. കാരണം എനിക്കും എൻ്റെ മനസ്സിനും അറിയാം ഞാൻ ഇന്നതൊക്കെ ചെയ്യുന്നുള്ളൂ, അത് റൊട്ടീനായിട്ട് പോകുന്നു എന്നുള്ളത്. ഒരു അഡീഷണൽ ഇൻകം വന്നു കഴിഞ്ഞാൽ അത് ഡേറ്റഡ് ആയിട്ട് ഞാനത് എഴുതി വയ്ക്കും, ആ അഡീഷണൽ ഇൻകം. ബാക്കിയുള്ളത് മെമ്മറിയിലെ കാൽക്കുലേഷനാണ്. ഈ അഡീഷണൽ ഇൻകത്തിൽ നിന്ന് ശരി അപ്പൊ നമുക്ക് ഇതൊരു എക്സ്പെൻഡിച്ചറിലേക്ക് കൊണ്ടുവരണം, അതവിടെ കയ്യിലിരുന്നിട്ട് കാര്യമൊന്നും. അത് ആ എക്സ്പെൻഡിച്ചർ വരുന്ന സമയത്ത് അത് ടാലിയായി പോകും. അപ്പൊ ആ അഡീഷണൽ ആയിട്ട് വന്നത് എൻ്റെ നോർമൽ കേസിൽ നിന്ന് വ്യത്യസ്തമായി വന്നതാണ്. എൻ്റെ നോർമൽ ലൈഫിൽ എക്സ്പെൻഡിച്ചറിൽ അത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നതല്ല എങ്കിൽ മറ്റൊരു തരത്തിൽ അത് ചെലവിയും. അത് ചെലവ് ചെയ്യുമ്പോൾ ആദ്യം എഴുതിയ വരവിന്റെ അടിയിൽ ഈ രീതിയിലാണ് അത് ചെലവ് ചെയ്യപ്പെട്ടത് എന്ന് ഞാൻ എഴുതി വയ്ക്കും. അതിന്റെ കാരണം അത്രയേ ഉള്ളൂ. സാറ് പറഞ്ഞാൽ 1 വർഷം കഴിയുമ്പോൾ ചുമ്മാ ഒന്നിങ്ങനെ മറിച്ചു നോക്കുമ്പോൾ ഓ സന്തോഷമായി. അതിൽ ഞാൻ പറഞ്ഞു ആദ്യം വളരെ ക്ലിയർ ആയിട്ട് ഞാൻ എഴുതിക്കൊണ്ട് വന്നിരുന്നു, പിന്നെ അത് ആവശ്യമില്ലാന്ന് തോന്നി. ഈ വരവ് ചെലവ് കണക്ക് സത്യത്തില് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെയും ആറ്റിറ്റ്യൂഡിനെയും നിയന്ത്രിക്കുന്നതാണെന്നും കൂടി ഞാൻ മനസ്സിലാക്കുന്നു. ഞാനത് പറഞ്ഞോട്ടെ സാറേ? പറഞ്ഞോളൂ. ഞാൻ ഈ വരവ് ചെലവ് കണക്ക് ഞാൻ ജോലിയിലായിരുന്ന സമയത്ത് ഞാൻ എഴുതിയിരുന്നില്ല. കാരണം ജോലിയിലായിരുന്ന സമയത്ത് എനിക്കറിയാം എനിക്ക് എത്ര കിട്ടണം, എനിക്കറിയാം എത്രയാണ് എക്സ്പെൻസ്. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ അറിയാൻ പറ്റും. പക്ഷെ എൻ്റെ റിട്ടയർമെന്റിന് ശേഷം ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഞങ്ങളുടെ കമ്പനി പ്രൈവറ്റ് കമ്പനി, ടാറ്റ കമ്പനിയാണ്, അവിടെ പെൻഷൻ ഇല്ല. അപ്പൊ എനിക്ക് ഇൻകം ഇല്ല. എനിക്ക് EPSന്റെ ഒരു 2000 ചില്ലാൻ, ഇപ്പോഴാണ്, അന്ന് 1600 ചില്ലാനായിരുന്നു കിട്ടിയിരുന്നത് റിട്ടയർമെന്റ് സമയത്ത്. ഇപ്പൊ 2000 ചില്ല. ഇതാണ് എൻ്റെ ആക്ച്വൽ ഇൻകം കിട്ടണത്. പിന്നെ എൻ്റെ സെറ്റിൽമെന്റ് കിട്ടിയ കുറച്ച് പൈസ ഒക്കെ ഞാൻ FDയിൽ ഇട്ടിട്ടുണ്ട്. ആ FDയിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ്, ഇതാണ് എൻ്റെ ഇൻകം എന്ന് പറയുന്നത്. ഈ ഇൻകം കൊണ്ടാണ് ഞാൻ ജീവിച്ചിരുന്നത്. പക്ഷെ അതേ സ്റ്റൈലിൽ തന്നെ ജീവിച്ചു. അപ്പൊ എന്ത് പറ്റി? ഈ വരവ് ചെലവ് കണക്ക് എഴുതാന്ന് വെച്ചപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാൻ ആദ്യം തുടങ്ങിയപ്പോൾ ഇറ്റ്സ് ഗോയിങ് ഹൈവേ. കാരണം അതിനൊരു ഇപ്പോഴാണ് അറിയണേ, നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് എത്രയാണ് എക്സ്പെൻസ് ചെയ്തിരുന്നെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞില്ലായിരുന്നു. പക്ഷെ റിട്ടയർമെന്റിന് ശേഷം ഓരോ പൈസ ചെലവാക്കുമ്പോഴും എനിക്ക് മനസ്സിലാവുന്നു ഞാൻ എത്ര പൈസയാണ് ചെലവാക്കണമെന്ന്. അപ്പൊ എനിക്ക് തന്നെ ഇതായിപ്പോ, അയ്യോ എൻ്റെ പൊന്നെ ഇത്രയും കാശാണ് ഞാൻ ചെലവാക്കണത്. ചില അതേ രീതിയിലാണ് എൻ്റെ ആ ലൈഫ് സ്റ്റൈല്. അപ്പൊ ഞാൻ വൈഫ് പിന്നെ ഈ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇടപെടില്ല. ഷീ നെവർ ഇന്റർഫിയർ. എന്താണ് പുള്ളി ചോദിക്കുക പോലും ഇല്ല, എന്താണ് ഒന്നും അന്വേഷിക്കില്ല. ഇതെല്ലാം എൻ്റെ തലയിലാണ്. അപ്പോ ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്കാരത്തിന്റെ കാര്യം പറയാൻ കാരണം, പുള്ളിക്കാരത്തിയും വാസ് വർക്കിംഗ്. ഈ ടാറ്റ കമ്പനി തന്നെ വർക്ക് ചെയ്ത് എൻ്റെ അമ്മച്ചി പാരലിസിസ് ആയപ്പോ ഷീ ഹാഡ് ടു റിസൈൻ. എൻ്റെ അമ്മച്ചിയെ നോക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരത്തിക്ക് റിസൈൻ ചെയ്ത് വീട്ടിൽ നിൽക്കേണ്ടി വന്നു. എന്നാലും കുറച്ച് ആ കിട്ടിയ എമൗണ്ട് ഒക്കെ ഉണ്ട്. ഈ എമൗണ്ട് എന്ത് ചെയ്തു, അല്ലെങ്കിൽ എമൗണ്ടിൽ എന്താണ് നിങ്ങൾ ചെലവാക്കണമെന്ന് ഒന്നും ചോദിച്ചിട്ടില്ല. അതെന്റെ വേറെ പ്രൈവറ്റ് പാർട്ടാണ് ഞാൻ പറഞ്ഞത്. അത് എൻ്റെ ഒരു ബ്ലെസ്സിങ്. പക്ഷെ ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ പോലത്തെ ഞാൻ ഈ വരവ് ചെലക്ക് എനിക്ക് എഴുതാൻ തുടങ്ങിയപ്പോൾ വരവില്ല. സാറ് പറഞ്ഞ പോലെ വല്ലപ്പോഴും വരവുണ്ട്. ഈ വരവില്ല, എനിക്ക് ചെലവ് മാത്രമേ ഉള്ളൂ. ഈ ചെലവ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുകയാണ്. ഇത്രയും ചെലവ് ഞാൻ എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ളത്. അപ്പൊ ഞാൻ ചെയ്തിരുന്നത്, ഇതൊക്കെ പേഴ്സണൽ ലൈഫിൽ പറയുന്ന കാര്യം ഇവിടെ പറയേണ്ട ആവശ്യമില്ല. ഞാൻ പറയണം, ഇപ്പൊ FD ഞാൻ ഇട്ടിരുന്നു ഒരു 2 ലക്ഷം രൂപ അല്ലെങ്കിൽ 5 ലക്ഷം രൂപ, അങ്ങനെ കുറെ ഡിനോമിനേഷൻസ് മാറി ഇട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ അത് ഒരു 2 ലക്ഷം രൂപ സപ്പോസ് അത് മെച്ചോർഡായ സമയത്ത് വാട്ട് ഐ ഡു, ഞാൻ അതിൽ നിന്ന് ഒരു 1.50 ഇട്ടിട്ട് 50,000 വിഡ്രോ ചെയ്യും. പിന്നെ ഞാൻ കറങ്ങാനൊക്കെ പോവും, യാത്ര പോവും, ആരെങ്കിലും കല്യാണം ഉണ്ടെങ്കിൽ അവർക്ക് വല്ലതും കൊടുക്കണമെങ്കിൽ കൊടുക്കും. അങ്ങനെയുള്ള ലാവിഷ് ഇത് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ വരവ് ചെലവ് കണക്ക് എഴുതിയത് കൊണ്ട് മാത്രം ഒരു മനുഷ്യന് മുന്നോട്ട് പോകണമെന്നില്ല. ഞാൻ അത് ഒക്കെ എഴുതി കഴിഞ്ഞ ശേഷം പോലും എനിക്ക് മുന്നോട്ട് പോകാൻ ആയിട്ടില്ല. ഐ വാസ് എ ഫെയിലിയർ. അത് ഞാൻ പറയണേ. ഇപ്പൊ
വേറൊരു കാര്യം ഇപ്പൊ പറയാം. ഇപ്പൊ ഒരു 12.50 lakhs പെരുമ്പാവൂർ അർബൻ ബാങ്കിൽ ഞാൻ ഇട്ടിരുന്നു. അത് ഇപ്പൊ പൊട്ടിയിരിക്കുകയാണ്. എന്റെ അതും കഴിച്ചു. അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇതിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് പർപ്പസ് ആണ്. ഫസ്റ്റ് നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശ ലക്ഷ്യത്തെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതൊരു വിഷനാണ്. ഡിസിപ്ലിൻ പാർട്ട് എന്ന് പറയുന്നത് ശരിക്കും നമ്മളുടെ എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ചും ഫൈനാൻഷ്യൽ ഒക്കെയുള്ള കാര്യങ്ങളെ നമ്മൾ എഴുതി കണ്ടിന്യൂ ചെയ്യണമെന്നില്ല, പക്ഷെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഡിസിപ്ലിന്റെ പാർട്ടിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ആരോഗ്യം, രാവിലെ ഇപ്പം ആരോഗ്യ സിദ്ധാന്തങ്ങളോട് പൊരുത്തപ്പെടുന്ന ജീവിതശൈലി സ്വീകരിക്കുക. അതിരാവിലെ എഴുന്നേറ്റ് നടക്കാൻ പോകാൻ ഞാൻ തീരുമാനിച്ചാൽ മഴയുണ്ടെങ്കിലും വെയിലുണ്ടെങ്കിലും കാലാവസ്ഥ എത്ര പ്രതികൂലമാണെങ്കിലും അതിനെയൊക്കെ ഓവർകം ചെയ്ത് ഞാൻ നടക്കാൻ ശ്രമിച്ചാൽ, അതിനുവേണ്ടി നടന്നു കഴിഞ്ഞാൽ അതൊരു ഡിസിപ്ലിനാണ്. എൻ്റെ ശരീരത്തിനെ എനിക്ക് ജയിക്കാൻ സാധിക്കുന്നതാണ്. പലപ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോഴേ കാലാവസ്ഥയൊക്കെ നോക്കിയിട്ട് മനസ്സ് പറയും ഇന്ന് പോണോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആ മനസ്സിനെയും ശരീരത്തിനെയും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് മൂവ് ചെയ്യാൻ സാധിച്ചാൽ, കരോട്ടയുടെ ഭാഷയിലൊക്കെ പറഞ്ഞ പോലെ മനസ്സെത്തുന്നിടത്ത് കൈയെത്തുക എന്നുള്ള രീതിയിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചാൽ അത് ഡിസിപ്ലിനാണ്. ഒരുപക്ഷെ ഒരു ഇൻഡസ്ട്രിയൽ ഏജിലൊക്കെ വരുന്ന എല്ലാവരുടെയും വിജയത്തിന്റെ ഒരു അടിസ്ഥാന ഘടകം തന്നെയായിരുന്നു ഒരു ഡിസിപ്ലിൻ ഉണ്ടാവുക എന്ന് പറയുന്നത്. കാരണം ഒരുപക്ഷെ നമ്മുടെ സ്കൂളുകളിൽ നമ്മൾ പഠിക്കുന്ന നമ്മുടെ കുട്ടികളെ ഒന്നും പഠിക്കാത്ത ഒരു കാര്യമാണ്, അവർക്ക് വരവോ ചെലവിനെ കുറിച്ചോ ബോധമില്ലാതെ അതിങ്ങനെ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവസാനം വലിയ കടക്കണിയിലേക്കൊക്കെ പോകുന്നൊരവസ്ഥ വരുന്നുണ്ട്. കാരണം അവർക്കറിയില്ല വരുമാനവും ചെലവും തമ്മിലുള്ള അന്തരം എത്രയാണ് എന്നുള്ളത്. അവർക്ക് നീഡ് മാത്രമേ, എനിക്കത് വേണം, എനിക്കിത് വേണം, അതിനു വേണ്ടിയുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് നമുക്കൊരു വിഷൻ ഉണ്ടാവുക, ഒരു പർപ്പസ് ഉണ്ടാവുക, അതിനുവേണ്ടി ഡിസിപ്ലിൻഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. 3, പാഷൻ. ഈ പാഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പാഷൻ എന്ന് പറയുന്നത് നമ്മളുടെ പാഷൻ ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. ജോബി സാറിന്റെ പാഷൻ എന്താണ്? പാഷൻ എന്തിനോടാണ് ഒരു പാഷൻ ഉണ്ടാവില്ല? പാട്ട്, എഴുത്ത്. ഞാൻ അധ്യാപകനായിരുന്നു. പഠിപ്പിക്കുന്ന കാലത്തോളം പഠിപ്പിക്കുന്നതിനോടായിരുന്നു എനിക്ക് പാഷൻ. പക്ഷെ ആഫ്റ്റർ റിട്ടയർമെന്റ് അവന്റെ പാഷൻ ഞാൻ ചേഞ്ച് ചെയ്തു. ഇപ്പൊ ഞാൻ സോഷ്യൽ വർക്കിലാണ് കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. അതാണെന്ന് ഞാൻ വിചാരിക്കുന്നു എന്റെ പാഷൻ. രണ്ടും ഏകദേശം സെയിം. പഠിപ്പിക്കുക എന്ന് പറയുന്നത് കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. അത് തന്നെയാണ് ശരിക്കും സോഷ്യലി നമ്മൾ എന്താണോ പകർന്നു കൊടുക്കുക തന്നെയാണ് ചെയ്യുന്നത്. കൊടുക്കുകയാണ് രണ്ടിലും, അല്ലെ? രണ്ട് ഗീവ് ആണ്, ടേക്ക് അല്ല. ആദ്യത്തേതിൽ ഒരുപക്ഷെ ശമ്പളം വാങ്ങുന്നുണ്ടാവും, ഇപ്പം ശമ്പളം പോലും ഇല്ലാതെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ശമ്പളത്തെ കുറിച്ച് ബോധേടാവാതെ കൈന്നെടുത്താണ്. അപ്പൊ നമ്മള് ആ ആറ്റിറ്റ്യൂഡിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നതിലാണ് എനിക്ക് സന്തോഷം, എടുക്കുന്നതിനേക്കാൾ കൊടുക്കുന്നത്. അധ്യാപക വൃത്തിയിൽ ഏർപ്പെടുന്ന സമയത്ത് മാക്സിമം കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ പാഷൻ. ഇപ്പോൾ ജനങ്ങളിലേക്ക് സേവനം, അതും കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ നമ്മുടെ ജീവിത റിട്ടയർമെന്റ് ലൈഫിന് ശേഷമായിരിക്കാം നമ്മൾ ഈ കൊടുക്കാൻ വേണ്ടിയുള്ള ചിന്ത വരുന്നത്. അതുവരെ നമ്മളെ സംബന്ധിച്ച് ഗാർഹസ്ഥ്യമായിരുന്നു, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയൊക്കെ ജീവിച്ചിരുന്നു. അപ്പൊ നമ്മുടെ പാഷൻ തിരിച്ചറിഞ്ഞാൽ, അതായത് വിഷൻ ഉണ്ടാവുക. വിഷൻ എന്ന് പറയുന്നത് ഇപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ വിഷൻ എന്ന് പറഞ്ഞാൽ വേൾഡ് കോൺഷ്യസ് അലയൻസ് എന്നാണ്. കാരണം മനുഷ്യ മനസാക്ഷികളുടെ ഒരു സമ്മേളനം. ഇപ്പം ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളിലും ഒരു 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 പവർ ഉണ്ട്. കാരണം എല്ലാവരും തന്നെ ഈ മാറ്റിനി ഫ്രീ വെബിനാറിൽ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിലെല്ലാവരും തന്നെ ഒരു സ്റ്റേജ് കഴിഞ്ഞവരാണ്. അതായത് ഗൃഹസ്ഥനിൽ നിന്നും വാനപ്രസ്ഥത്തിലേക്കും സന്യാസത്തിലേക്കും എത്തിയതാണ്. കാരണം ഒരുപക്ഷെ സാബു സാറ് തന്നെ റിട്ടയർമെന്റ് ലൈഫിന് ശേഷം ഒരു ചാരിറ്റബിൾ മൈൻഡ് സെറ്റിലാണ്, വിങ്സ് ഓഫ് ചാരിറ്റി എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളെല്ലാവരും സമാന ചിന്താഗതിക്കാരായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പം നമ്മുടെ വിഷൻ എന്ന് പറയുന്നത് മാക്സിമം, അതായത് ജോബി സാർ ആദ്യം പറഞ്ഞതുപോലെ എൻ്റെ ഈ ജീവിതത്തിൽ ഞാൻ ജീവിച്ചിരുന്നു എന്ന് മറ്റു വ്യക്തികൾ ഓർത്തിരിക്കത്തക്ക രീതിയിൽ, ഇല്ലെങ്കിൽ എൻ്റെ കാലത്തിന് ശേഷവും ഇവിടെ എന്തെങ്കിലും ഒരു തൂവലെങ്കിലും അവശേഷിപ്പിക്കണം, ഇല്ലെങ്കിൽ ഒരു പാദമുദ്ര അവശേഷിപ്പിക്കണം എന്നാണ് പറയുന്നത്. അപ്പം ഒന്ന് വിഷൻ,
2 ഡിസിപ്ലിൻ, 3 പാഷൻ, 4-ാമത്തേതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്, കോൺഷ്യസ്, മനസാക്ഷി. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ നാം ഏതൊരു പ്രവൃത്തി ചെയ്യുന്ന സമയത്തും ആ ഒരു മന്ത്രണത്തിന് കാതോർക്കാൻ സാധിച്ചാൽ നമ്മുടെ ഉള്ളിൽ ശരി തെറ്റുകളെ കുറിച്ചുള്ള ഒരു വടംവലി നടക്കും. അത് തിരിച്ചറിയാൻ സാധിച്ചാൽ ആ ശബ്ദത്തിന് കാതോർത്ത് അതിനെ മോണിറ്റർ ചെയ്തുകൊണ്ട് ആദ്യത്തെ 3 കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ റിയൽ ആയിട്ടുള്ള സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. 1 ഫിസിക്കൽ, സാമ്പത്തിക ആവശ്യമാണ്, അതേപോലെ തന്നെ ശാരീരികമായ ഇതാവശ്യമാണ്. അതുപോലെ തന്നെ ഇമോഷണൽ, മറ്റുള്ളവരുടെ വികാരങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കുക, അറിവ് പകർന്നു കൊടുക്കുക, അറിവ് നേടുക. അതുപോലെ തന്നെ ഇതിനെ 3നെയും സമ്മേളിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള മോറൽ ആൻഡ് എത്തിക്കൽ ഗൈഡ് ലൈൻസിന്റെ ഒരു പ്രേരണയാൽ മുന്നോട്ട് പോവുക. ഫസ്റ്റ് പ്രയോറിറ്റി ഗോഡ്, സെക്കൻഡ് പ്രയോറിറ്റി ഫാമിലി, തേർഡ് പ്രയോറിറ്റി പ്രസന്റ് ജോബ്, ദെൻ എന്നൊക്കെ പറയും. പക്ഷെ ഇതിൽ ഫസ്റ്റ് പ്രയോറിറ്റിയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മഹത്തായ എല്ലാ ആളുകൾക്കും, മഹത്തുക്കൾക്ക് അവരുടെ ജീവിതത്തിന് വ്യക്തമായ ഒരു ലക്ഷ്യബോധമുണ്ടായിരുന്നു, ഇല്ലേ? മഹാത്മാഗാന്ധിയുടെ ലക്ഷ്യം എന്തായിരുന്നു? ഇന്ത്യൻ ജനതയുടെ സ്വാതന്ത്ര്യമായിരുന്നു. എബ്രഹാം ലിങ്കന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കറുത്തവർഗക്കാരുടെ ഉന്നമനം, അടിമത്വം അവസാനിപ്പിക്കുക. മദർ തെരേസയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വേദന അനുഭവിക്കുന്നവർക്കൊരു സ്വാന്തനമാവുക എന്നുള്ളത്. ഇതുപോലെ ഒട്ടനവധി ലക്ഷ്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായ ഒരു ലക്ഷ്യമുള്ള ആർക്കെങ്കിലും ലക്ഷ്യമുണ്ടോ? വാട്ട് ദ പർപ്പസ് ഇൻ യുവർ ലൈഫ്? നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ലക്ഷ്യം പറയാമോ? ഉലയനാൻ സാറിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് സ്വാതന്ത്ര്യമേകുക എന്നല്ലേ? മദർ തെരേസ വേദനിക്കുന്ന ആകുലതകളും വ്യതകളും ഉള്ളവർക്ക് സംബന്ധിച്ചിടത്തോളം എനിക്ക് കഴിയാവുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ ഈ റിട്ടയർമെന്റിന് ശേഷമുള്ള ഒരു സൈക്കോളജി പഠനവും കൗൺസിലിംഗ് ഏരിയയും തിരഞ്ഞെടുത്തത്. മറ്റൊരുപാട് ജോലികൾ, പ്രൈവറ്റ് ആയിട്ടുള്ള ഒത്തിരി ജോലികളുടെ മുമ്പിൽ എനിക്ക് വന്നതാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ സാറ്റിസ്ഫാക്ഷൻ കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും കിട്ടണം. ഇപ്പൊ ഞാൻ ബീഡി വലിക്കുക, സിഗരറ്റ് വലിക്കുക ചെയ്ത് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, പക്ഷെ അത് മറ്റുള്ളവർക്ക് ഉപദ്രവമാണ്. അപ്പൊ ആ ഉപദ്രവത്തെക്കാൾ ഞാൻ ചെയ്യുന്നതുകൊണ്ട് മറ്റാർക്കെങ്കിലും ഒരല്പമെങ്കിലും ആശ്വാസം കിട്ടിയാൽ സന്തോഷം. ഇപ്പൊ അത് മാത്രമാണ് എൻ്റെ മുമ്പിലുള്ള ലക്ഷ്യം. സർ, അവനവന് ആത്മസുഖത്തിന് ആചരിക്കുന്നത് അപരന് സുഖത്തിനായി വരെയാണ്, അല്ലേ? കാരണം ഇപ്പൊ സാറിന്റെ ആത്മസുഖം എന്ന് പറയുന്നത് ഒരുപക്ഷെ കൗൺസിലിംഗ് ആയിരിക്കാം. ഒരുപാട് പേര് ദുഃഖിതരായി വേദനകളിലും വ്യഥകളിലും ഒക്കെ വരുന്ന സമയത്ത് അവർക്കൊരു സ്വാന്തനമായി, അവർക്കൊരു ആ ഒരു നമ്മളുടെ വാക്കുകളിലൂടെ അവർക്കൊരു സ്പർശമായിട്ട് വരുന്ന സമയത്ത് അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഞാനാ. സാറ് ഉലയന്നാൻ സാർ എന്തു വേണ്ടി കഷ്ടപ്പെട്ട് എനിക്ക് വേണ്ടി. ആരാ സംസാരിച്ചതെന്നറിയോ സർ? സുജിത്താണ് സംസാരിച്ചത്. അതായത് സുജിത്തിന് വ്യഥകളുണ്ട്, വിഷമങ്ങളുണ്ട്. ജീവിതത്തിൽ അവനെ സംബന്ധിച്ച് വരുന്ന ചഞ്ചല ചിത്തനായിരുന്ന സമയത്ത് ഒരാശ്വാസമായി ഉലയന്നാൻ സാറിനെ വിളിക്കുന്ന സമയത്ത് ഉലയന്നാൻ സാർ സമയമെടുത്ത് അവന് വേണ്ടി ഒരു സാന്ത്വനമായി സംസാരിക്കുന്ന സമയത്ത് അവന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റങ്ങൾക്ക് പ്രേരകമാണ്. കാരണം സുജിത് സംസാരിച്ചോളൂ. കാരണം ഞാനൊരു മൂകനായി കിടക്കുമായിരുന്നു. അന്നേരം ഉലയന്നാൻ സാർ വിളിച്ച്, ഉലയന്നാൻ സാർ മാത്രമല്ല ഇതിൻ്റെ അകത്തുള്ള പലരും വിളിച്ച് എന്നെ ഈ വിധമാക്കിയത്. ശരിക്കും മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് ഒരു സ്വാന്തനമാകാൻ നമ്മുടെ വാക്കുകൾക്ക് സാധിക്കുന്നുവെങ്കിൽ ഇപ്പം അത് ആണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നത്, മഹത്വം എന്ന് പറയുന്നത്. കാരണം ഈ ഒരു പുതിയ വർഷത്തിൽ 2024 നമുക്ക് ഓരോരുത്തർക്കും ഒരുപക്ഷെ ഒരു പുഞ്ചിരിയിലൂടെ, ഒരു വാക്കിലൂടെ മറ്റൊരാൾക്ക് സ്വാന്തനമേകാൻ സാധിച്ചാൽ അൺകണ്ടീഷണലി, അവിടെ അൺകണ്ടീഷൻ വരുന്നുണ്ട്.
അൺകണ്ടീഷണലി നമ്മൾ ചെയ്യുന്ന സമയത്ത് അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മഹത്തായ കാര്യം. അതായത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഗ്രേറ്റ്നെസ് നൽകുന്നത് ഇത്തരം കാര്യങ്ങളാണ്. ഇപ്പം ഉലയനാൻ സാറിന്റെ പ്രവൃത്തി ഒരുപക്ഷെ സുജിത്തിന്റെ ശബ്ദത്തിലൂടെ നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചു. അതുപോലെ ഓരോരുത്തർക്കുണ്ട്, റോയ് സാറിനും ജോബി സാറിനും ഒക്കെ തങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പേർക്ക് അത്തരം ആളുകൾ തന്നെയാണ് ഈ പ്ലാറ്റ്ഫോമിൽ ഏറ്റവും കൂടുതലുള്ളത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഞാൻ പറയുന്നത് വിഷൻ, ഡിസിപ്ലിൻ, നമുക്ക് വ്യക്തമായ ഒരു ദിശാബോധം ഉണ്ടാവുക, ഈ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് നമ്മുടെ ഡയറി താളുകളുടെ ആദ്യം എഴുതി വെക്കുക. അതിനുശേഷം ഓരോ ദിവസവും അതിനെ നമ്മളിങ്ങനെ അതുമായി കണക്ട് ചെയ്ത് തന്നെ നമ്മുടെ ജീവിതത്തെ എഴുതി വെക്കുക. അപ്പോൾ ഡയറി എഴുതുക എന്നുള്ള ശീലം നമുക്ക് സാധിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡയറി എഴുതുക. പിന്നെ നമുക്ക് നമ്മുടെ മനോനില അനുസരിച്ചാണ് ക്രയവിക്രയം, അതായത് സാമ്പത്തികമായിട്ടുള്ള വരവ് ചിലവിലേക്ക് എഴുതുന്നത് നമുക്ക് വേണമെങ്കിൽ എഴുതാം, എഴുതണ്ട. കാരണം നമ്മുടെ ചെറിയ ജീവിതമാണ്. ആ ജീവിതത്തിൽ ചിലപ്പം ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കും. ചിലപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നമുക്ക് ഗിൽറ്റ്. അപ്പൊ നല്ലൊരു മാനസികമായിട്ടും ശാരീരികമായിട്ടും വൈകാരികമായിട്ടും പിന്നെ ആധ്യാത്മികമായിട്ടും വിജയിച്ച വ്യക്തികൾക്ക് മാത്രമേ അതിന് മേലെയായിട്ട് ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം നമ്മുടെ ജീവിതം, നമ്മളിവിടെ വന്നു, ഇതിനുള്ള ഓരോ നിമിഷവും അർത്ഥപൂർണമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു വേക്കപ്പ് കോൾ അല്ലെങ്കിൽ എൻലൈറ്റ്മെന്റ് ആവശ്യമാണ്. വേക്കപ്പ് കോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏതൊരു നിമിഷമാണോ നമ്മൾ തിരിച്ചറിയുന്നത്, ഈ നൈമിഷികമായ ജീവിതമാണ് നമ്മളുടേത് എന്ന് തിരിച്ചറിയുന്ന നിമിഷം നമുക്ക് എല്ലാം ഈക്വലായിട്ട് വരും. പക്ഷെ ഒരുപക്ഷെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പാച്ചിലിനിടയ്ക്ക് സാമ്പത്തികവും അതുപോലെ തന്നെ ഫിസിക്കൽ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ആസ്തികൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ പായുന്ന സമയത്ത് നമ്മളുടെ ചുറ്റുമുള്ള സഹജീവികളെ നമുക്ക് നമ്മളുടെ ഡയറി കുറിപ്പുകളിൽ കൊണ്ടുവരാം. അതുപോലെ ലേണിംഗ് ജേണൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലേണിംഗ് ജേണൽ ഞാൻ വർഷങ്ങളായിട്ട് എഴുതാൻ ഡയറി കുറിപ്പുകൾ ഞാൻ ഒരു പരിധിവരെ ഒഴിവാക്കി. അതെല്ലാം കഴിഞ്ഞ കുറെ വർഷങ്ങൾ ഉള്ള ഡയറി കുറിപ്പുകളെല്ലാം ഒഴിവാക്കിയിട്ട് ഇപ്പൊ ലേണിംഗ് ജേണൽ തീർച്ചയായിട്ടും നമുക്ക് വീഡിയോ കാണുന്ന ഏതെങ്കിലും ഒരു യൂട്യൂബ് എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കുന്ന പുതിയ പുതിയ അറിവുകൾ നമുക്ക് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് മെഡിറ്റേഷനൊക്കെ ശേഷം നമുക്ക് ഇന്നലത്തെ ജീവിതത്തിൽ നിന്നും ഞാൻ എന്ത് പഠിച്ചു എന്ന് എഴുതി വെക്കാം. ഇന്നലത്തെ ജീവിതം അതാണ് ശരിക്കും നമ്മുടെ ഒരു ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ആ സമയത്ത് നമുക്ക് ഓർമ്മയുണ്ടാവുള്ളൂ. ഇന്നലത്തെ എൻ്റെ ജീവിതത്തിൽ ആ ഗ്രേറ്റ്ഫുൾനെസ് ആൻഡ് ഫോർഗീവ്നെസ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഈ ഒരു ദിവസം എനിക്ക് തന്ന ആ ഒരു പ്രപഞ്ച ശക്തിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ദിവസം അവസാനിക്കുന്ന സമയത്ത് ഓരോ ഉറക്കവും നമ്മുടെ ഓരോ ചെറിയ ചെറിയ മരണങ്ങളാണെന്ന് കണക്കാക്കാം. ഉറങ്ങുന്ന സമയത്ത് ആ ഒരു ദിവസത്തിനെ കംപ്ലീറ്റ് അനലൈസ് ചെയ്ത് ആ സമയത്താണ് നമ്മൾ ഡയറി എഴുതാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത്. ഡയറി എഴുതിയതിനു ശേഷം കിടന്നുറങ്ങാം. രാവിലെയാണ് ലേണിംഗ് ജേർണൽ അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലൊക്കെ നമുക്ക് എഴുതാൻ സാധിക്കുന്നത്. അതാണ് നമ്മുടെ മെമ്മറിയിൽ ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നമ്മളുടെ പ്രയോറിറ്റി, വാട്ട്സ് അവർ പർപ്പസ് ഇൻ അവർ ലൈഫ്, ദാറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. പിന്നെ ഡിസിപ്ലിൻ, അതായത് നമുക്ക് ശരിക്കും ദ മോങ്ക് ഹു സോൾഡ് ഹിസ് ഫെരാരി എന്ന് പറഞ്ഞ റോബിൻ ശർമ്മയുടെ ബുക്കുകളൊക്കെ വായിച്ചാൽ മനസ്സിലാക്കും. അവിടെ സന്യാസിമാര് അവരൊരു തെറ്റ് ചെയ്താൽ അവർ സ്വയം ശിക്ഷിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. കാരണം നമ്മൾ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായിട്ട്, അതായത് നമ്മളുടെ ശരീരത്തിനെയും മനസ്സിനെയും ജയിക്കാനുള്ള നമ്മുടെ കഴിവിനെയാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അതായത് ശരിക്കും നമ്മൾ ആ ഒരു വൂൾഫ് സ്റ്റോറിയിലൊക്കെ പറയുന്ന പോലെ നമ്മളെ തന്നെ നമ്മൾ വ്യത്യസ്തമായി നോക്കി കണ്ടുകൊണ്ട് നമ്മളെ നിയന്ത്രിക്കാനുള്ള കരുത്ത്. ഹൂ ഈസ് ദ മോസ്റ്റ് പവർഫുൾ മെൻ ഇൻ ദിസ് വേൾഡ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്വയം നിയന്ത്രണം, നമ്മുടെ വികാരങ്ങളെയും വിചാരങ്ങളെയും നമ്മളെ തന്നെയും നമുക്ക് നിയന്ത്രിക്കാൻ സാധിച്ചാൽ നമ്മളായിരിക്കും ലോകത്തിലെ ഏറ്റവും കരുത്തനായ മനുഷ്യൻ. കാരണം എപ്പോഴെങ്കിലും ഇമോഷണൽ ഇന്റലിജൻസ്, ഇമോഷണൽ ലിറ്ററസി എന്നൊക്കെ പറയുന്നത് നമ്മൾ സ്വായത്തമാക്കണം.
അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ മേലെയും നമുക്ക് ജയിക്കാൻ സാധിക്കണം. മനസ്സിങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കും, അലഞ്ഞു തിരിഞ്ഞിരിക്കും. ശരിക്കും റോട്ട് വീലർ പോലെയാണ് മനസ്സെന്ന് പറയുന്നത്. റോട്ട് വീലർ സിംഗിൾ മാസ്റ്റർ ഡോഗാണ്. നമ്മൾ നിയന്ത്രിക്കുക, അതായത് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നമുക്ക് മറ്റൊരാളെ വിട്ടിട്ട്, ഇല്ലെങ്കിൽ എൻ്റെ ഭാര്യക്കോ ആർക്കും സാധിക്കില്ല, എനിക്ക് മാത്രമേ സാധിക്കൂ എന്ന തിരിച്ചറിവാണ്. ഫസ്റ്റ് വിഷൻ, 2 ഡിസിപ്ലിൻ, 3 പാഷൻ. നമ്മളുടെ, അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മുടെ പർപ്പസിനോട് ഡിസിപ്ലിൻഡ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ജീവൻ പോലും ത്യജിക്കാനുള്ള ഒരു പവർ, അത്രമാത്രം പാഷനേറ്റ് ആണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ മനസ്സാക്ഷി എന്ന് പറയുന്നത്. ഇതിന്റെ എല്ലാം കോർ പോയിന്റ് എന്ന് പറയുന്നത് മനസ്സാക്ഷിയുടെ മന്ത്രണത്തിന് കാതോർക്കുക എന്നുള്ളതാണ്. വിഷൻ, പാഷൻ, ഡിസിപ്ലിൻ, കോൺഷ്യസ്, ഇല്ലെങ്കിൽ കോൺഷ്യസ്നെസ് എന്ന് പറയാം. ഇതിലൂടെ നമ്മൾ വരുന്ന സമയത്ത് നമുക്കിത് സ്വായത്തമാക്കാൻ വേണ്ടിയിട്ട് സെൽഫ് അവയർനെസ്, സ്വാവബോധത്തിലേക്ക് നമുക്ക് എത്താനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഡയറി എഴുതുക എന്നുള്ളതാണ്. എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഡയറി താളുകളിലൂടെ എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പിറേഷൻ ആയത്, ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകളാണ്. ഒരു 14 വയസ്സുകാരി കുട്ടി ഒരു ലോകത്തിന് മുഴുവൻ ഇൻസ്പിറേഷൻ ആവുന്ന, അതായത് അവര് സാങ്കല്പികമായിട്ട് ഒളിവ് കാലത്ത് താമസിച്ചുകൊണ്ടിരുന്ന ഏകദേശം 3 കുടുംബങ്ങൾക്കിടയിൽ താമസിച്ചുകൊണ്ടിരുന്ന കുട്ടി ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടാണ് ഒരു ടേബിൾ വരെ കിട്ടിയത്. കാരണം ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. അവിടുന്ന് അവൾ എഴുതിയ ഡയറി താളുകളിലൂടെ ലോകം മുഴുവൻ ആ ഒരു കാലഘട്ടത്തിന് ദർശിച്ച സമയത്ത് നമ്മൾ അറിയാതെ ആഗ്രഹിച്ചു പോകും. അവസാനത്തെ ആ ഡയറി വായിക്കുന്ന സമയത്ത് അവൾ ജീവിച്ചിരുന്നെങ്കിൽ എന്ന്. ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വെച്ച് അവൾ കൊല്ലപ്പെടുന്ന സമയത്ത് അവള് പോലീസുകാർ പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ചിതറിയെടുക്കുന്ന ഡയറികളും ആ പേപ്പറുകളും എടുത്തു വെച്ചിട്ടാണ് അത് പിന്നീട് പുറം ലോകം അറിയുന്നത്. ശരിക്കും ഫസ്റ്റ് നമ്മുടെ ഈ പുതുവർഷത്തിൽ നമ്മുടെ ഓരോ ദിവസവും രേഖപ്പെടുത്തട്ടെ. കാരണം രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്നു, നമ്മൾ ഉറങ്ങുന്നു. ഇതിങ്ങനെ ദൈനംദിനമായി ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് വ്യക്തമായ ദിശാബോധത്തോടുകൂടി ഒരു കപ്പലിനെ നയിക്കുന്ന കപ്പിത്താനെ പോലെ, കപ്പിത്താന്റെ മാനസികമായ ഒരു ഇന്നിപ്പോ പുതിയൊരു സിനിമ, ജയറാമിന്റെ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അതില് നടുക്കടലിൽപ്പെട്ട കപ്പിത്താന്റെ അവസ്ഥയാണെന്ന് മമ്മൂട്ടി പറയുന്നുണ്ടെന്ന് പറഞ്ഞ എന്നെ ഡോക്ടർ അജീഷാണ് വിളിച്ചു പറഞ്ഞത്. കാരണം ഈ കപ്പലിനൊരു പ്രത്യേകതയുണ്ട്, അത് കടലിലാണ്, നടുക്കടലിലാണ്. അപ്പൊ വ്യക്തമായ ദിശാബോധം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എത്താൻ സാധിക്കുള്ളൂ, ഇല്ലെങ്കിൽ കടലിലൂടെ ഇങ്ങനെ അലഞ്ഞു തിരിയേണ്ടി വരും. അപ്പം കാറ്റ് വീശുന്നുണ്ടാവും, പായ്ക്കപ്പലിന്റെ ഗതി നിർണയിക്കണമെങ്കിൽ ഏത് ദിശയിലേക്ക് പോകണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് നമ്മുടെ പർപ്പസാണ്. വ്യക്തമായും നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഈ ജീവിതത്തിന്റെ ഒരു ലക്ഷ്യബോധം ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. ഡിസിപ്ലിൻഡ് ആയിരിക്കുക, പാഷനേറ്റ് ആയിരിക്കുക. അതുപോലെ തന്നെ പതുക്കെ കണ്ണുകൾ അടച്ച് നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് ഒന്ന് പോസ് ചെയ്ത് മനസ്സാക്ഷിയുടെ മന്ത്രണത്തിന് കാതോർക്കുക. കാരണം മോറൽ ആൻഡ് എത്തിക്കൽ ഗൈഡൻസ്, നമ്മൾ ഏത് മതവിശ്വാസിയാണെങ്കിലും, ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നതാണെങ്കിലും, ഏത് അതായത് ജാതി, മത, വർണ്ണ, വർഗങ്ങൾക്ക് അതീതമായിട്ട് മനുഷ്യരായ നമ്മൾക്കെല്ലാം മനനം ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് വ്യക്തമായ അവബോധത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ഈ ഒരു പുതിയ വർഷത്തിൽ ഡയറി എഴുതിക്കൊണ്ട്, ലേണിംഗ് ജേർണൽ എഴുതിക്കൊണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതിക്കൊണ്ട്, വേണമെങ്കിൽ അതിൽ നമുക്ക് 2 അഭിപ്രായം വന്നതുകൊണ്ട് നമുക്ക് ക്രയവിക്രയങ്ങൾ ഇല്ലെങ്കിൽ നമ്മളുടെ സാമ്പത്തികം നമുക്ക് എഴുതി വെക്കാം. എനിക്ക് തോന്നുന്നു ഇതിൽ ബഹുഭൂരിപക്ഷം പേരും അത് ചെയ്യാറുണ്ട്. സാബു സാർ ചെയ്യുന്നത് എനിക്കറിയാം, ഉലഹന്നൻ സാർ ചെയ്തിരുന്നു, ജോബി സാർ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, റോയ് സാറും ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരിയല്ലേ സാർ? ഓക്കെ, തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് നീ എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന്, ഒരുപക്ഷെ പിന്നീട് വരുന്ന ചോദ്യത്തിന് നമുക്ക് മറുപടി നമ്മുടെ ബുക്കുകളിലൂടെ, നമ്മുടെ എഴുത്തുകളിലൂടെ ഉണ്ടാവട്ടെ. ഒരു കാലഘട്ടം കഴിയുമ്പോഴേക്കും ഒരുപക്ഷെ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോകുമ്പോഴായിരിക്കും നമ്മുടെ ബന്ധുക്കളും ഉറ്റവരൊക്കെ എന്താണ് സംഭവിച്ചത് എന്നറിയാത്തത്. അപ്പൊ വ്യക്തമായ രീതിയിൽ ഒരു കണക്കെഴുതിയിട്ടാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നതെങ്കിൽ എപ്പോഴും ഒരടുക്കും ചിട്ടയും ഉണ്ടാവും. ഈ പുതുവർഷത്തിൽ വ്യക്തമായ ദിശാബോധത്തോടുകൂടി ശാരീരികവും സാമ്പത്തികവും
വൈകാരികവും ആധ്യാത്മികവുമായൊക്കെയുള്ള അച്ചടക്കം ശീലിച്ചുകൊണ്ട് വ്യക്തമായ വ്യായാമം, അഡിക്ക റിലാക്സേഷൻ ആൻഡ് സ്ലീപ്പ്, പ്രോപ്പർ ന്യൂട്രീഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അറിവുകളുടെ അനന്തവിഹായത്തിലേക്ക് നമ്മുടെ മനസ്സുകളെ തുറന്നുവിട്ട് എപ്പോഴും ഈ പ്രപഞ്ച ശക്തിയിൽ, അതായത് ഈ നിമിഷം മാത്രമേ എനിക്ക് സ്വന്തമായുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പുതുവർഷം അതിമനോഹരമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ മൈക്ക് സാബു സാറിന് കൈമാറുകയാണ്. ഓക്കെ, താങ്ക് യു. തീർച്ചയായിട്ടും ന്യൂ ഇയറിൽ നമ്മൾക്ക് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് സുജിത്ത് സൂചിപ്പിച്ചു. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു റിഫോർമേഷന്റെ സമയമാണ്, ട്രാൻസ്ഫോർമേഷന്റെ ടൈമിലേക്ക് നമ്മൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു നമ്മളെല്ലാം നിയോഗം എന്ന് പറഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ. നമ്മുടെ നിയോഗം എന്താണ്, ആ നിയോഗത്തിലേക്ക് എത്താൻ എന്തൊക്കെ സ്റ്റെപ്പുകൾ വേണം, ഏതൊക്കെ രീതിയിൽ ആ നിയോഗത്തിന്റെ തലത്തിലേക്ക് എത്താം, നമ്മളവിടെ നിന്ന് മാറിയാലും അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോയാലും ഇതെല്ലാം മനുഷ്യർക്ക് ഗുണകരമായി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ, ഹ്യൂമാനിറ്റിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറുന്ന തരത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ, അതാണ് സത്യത്തിൽ പുതുവർഷത്തിൽ നമുക്ക് സ്വീകരിക്കാനുള്ളത്. സോ അതിനെക്കുറിച്ച് സംസാരിച്ച സുജിത്തിന് എല്ലാ നന്ദിയും സ്നേഹം അറിയിക്കുന്നു. ഡിസ്കഷൻ പാർട്ടിലേക്ക് പോകാം. ഓക്കെ, ആരാണ് പറയുന്നത്? സാർ റെഡിയാണോ? സാർ, ഞാൻ തന്നെ തുടങ്ങാം. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ നിയന്ത്രിച്ചുകൊണ്ട് പോകാൻ നമ്മുടെ വരവ് ചെലവുകളിൽ മിനിമലിസം, ആ ഒരു സംഭവം ജോബി സാറൊക്കെ അത് കൃത്യമായിട്ട് ചെയ്യുന്ന ആളുകളാണ്. അതിന് മിനിമത്തിൽ നാം ജീവിക്കാൻ ശ്രമിക്കുക. മിനിമത്തിൽ ജീവിക്കുകയും മിച്ചം വയ്ക്കുകയും ചെയ്യുന്ന ആളുകൾ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പൊ മിനിമത്തിൽ ജീവിക്കുകയും മിച്ചം വയ്ക്കുകയും, ആ മിച്ചമാണ് നാം മറ്റുള്ളവർക്ക് വേണ്ടി കൈയൊഴിയുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്നത്. പലരും, എൻ്റെ സുഹൃത്തുക്കൾ, എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് പറയാം, അത്യാവശ്യമായി കടം വാങ്ങുന്നു. ഈ കടം വാങ്ങുന്ന ഈ വ്യക്തികൾ അവരുടെ അത്യാവശ്യം കേൾക്കുന്നുണ്ട്, നാം കൊടുക്കും. പക്ഷെ ഇവര് ലാവിഷായിട്ട് ജീവിച്ച് കടം വാങ്ങി അതിൽ കടത്തിൽ മരിക്കുന്ന ആളുകളുടെ ഒരു ലൈഫ് സ്റ്റൈൽ നമുക്കറിയാൻ കഴിയും. അപ്പൊ മിനിമലിസത്തിൽ ജീവിക്കുമ്പോൾ എനിക്ക് എന്നെ കുറിച്ചുള്ള അവയർനെസ് കൊണ്ടാണ്, എൻ്റെ വരുമാനം എത്രയാണ്, ഇതിൽ കൂടുതൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അടുത്ത വീട്ടുകാരൻ്റെ പുതിയ കാറോ അവൻ്റെ അടുത്ത ഉയർന്ന നിലകളോ, വീടിൻ്റെ പുതിയ നില കിട്ടുമ്പോൾ ഞാൻ കടം വാങ്ങി അത് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് അവനോടൊപ്പം നിൽക്കാൻ പറ്റില്ല എന്ന ഒരു മാനസികാവസ്ഥ നമ്മളിലുണ്ട്. സെൽഫ് അവയർനെസ്സിന്റെ കുറവാണത്. ഞാൻ ആരാണെന്ന് ഞാൻ മനസ്സിലാക്കുക, എനിക്ക് എന്തുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുക. കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് നാം അധ്വാനിക്കാൻ തയ്യാറാവണം. നമ്മളിലുള്ള പാഷൻ പുറത്തെടുക്കാൻ നാം തയ്യാറാവണം. ആ തയ്യാറെടുപ്പുകളെ കുറിച്ചാണ് ഇന്ന് സുജിത് സാർ നമുക്ക് വേണ്ടി പറഞ്ഞു തന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ജോബി സാർ, ആ മിനിമലിസത്തിന്റെ ഗുണവും കൂടി ഒന്ന് സാറ് പറയട്ടെ, ഞാൻ നിർത്തുകയാണ്. പറയട്ടെ സാറേ, സബ് സാറേ. ഈ മിനിമലിസത്തെ കുറിച്ച് ഞാനൊരു ക്ലാസ് എടുത്തിരുന്നു. അതുപോലെ ഏകദേശമൊക്കെ ജീവിക്കുന്ന ആളുമാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിലെ ആവശ്യങ്ങളും അനാവശ്യങ്ങളും അത്യാവശ്യങ്ങളും തിരിച്ചറിയുക. അനാവശ്യങ്ങളെല്ലാം ഒഴിവാക്കുക. ആവശ്യങ്ങളൊക്കെ നമ്മൾ നടത്തണം. പലപ്പോഴും അത്യാവശ്യവും അനാവശ്യവുമായിട്ടുള്ള തിരിച്ചറിവ് നമ്മുടെ സമൂഹത്തിന് ഇല്ലാതെ പോകുന്നു ഇന്നത്തെ കാലം. ഒരു സൂപ്പർ മാർക്കറ്റ് സംസ്കാരത്തിലാണ് നമ്മളെല്ലാം ഇന്ന് ജീവിക്കുന്നത്. ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് അങ്ങ് കയറി ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും എന്നെ സഞ്ചിക്കകത്താക്കി വീട്ടിൽ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു തലമുറയാണ് ഇപ്പോൾ വളർന്നു വരുന്നത്. അവിടെ ഇരിക്കുന്ന സാധനം എനിക്ക് ആവശ്യമുള്ളതാണോ, ഞാൻ വീട്ടിൽ നിന്നൊരു ലിസ്റ്റ് എനിക്ക് ആവശ്യമുള്ളതിന്റെ എഴുതിക്കൊണ്ട് വന്നിട്ടാണോ ഞാൻ ഈ സാധനങ്ങൾ വാങ്ങിക്കുന്നത്? ഒന്നും ചിന്തിക്കാറില്ല. വീട്ടിൽ വന്നു കഴിഞ്ഞാലോ ഒരു മുറി നിറയെ കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ, വീട്ടിൽ ആവശ്യവും അനാവശ്യവുമായ ഡ്രസ്സുകളുടെ ഒരു കൂമ്പാരം,
ഷോപ്പിംഗ് എന്ന് പറയുന്നതിന്റെ ആ മാനിയയുടെ അങ്ങേയറ്റമാണ് നമ്മൾ കാണുന്നത്. ഒരു വീട്ടില് കയറി ചെന്നാൽ നമ്മുടെ വീടിന്റെ മുറ്റത്ത് അല്ലെങ്കിൽ അവരുടെ കാർ പോർച്ചിൽ കിടന്ന എത്രയോ പെയർ ചെരുപ്പുകൾ, ഒരു കൊച്ചു കുഞ്ഞിന് എത്രയോ പേർ ചെരുപ്പ്, അതുപോലെ ഓരോരുത്തർക്കും എത്രയോ പെയർ ചെരുപ്പുകളാണ് വീടിന്റെ ഇതെല്ലാം ഉപയോഗിക്കുന്ന പോലും ഇല്ല. കുറെ കഴിയുമ്പോൾ ഇതെല്ലാം എടുത്ത് കളയും. ഇനി വീടിനകത്ത് നമ്മൾ കഴിഞ്ഞാൽ അടുക്കളയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ പലപ്പോഴും ഈ ആവശ്യമില്ലാത്ത പാത്രങ്ങൾ ഒത്തിരി ഉണ്ടാവും. കാലത്തിനനുസരിച്ച് പലരും മാറുമല്ലോ. ആദ്യം നമ്മൾ ചട്ടിയിലാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്, ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്, നല്ലതായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ സൗകര്യത്തിന് വേണ്ടി അലുമിനിയം പാത്രം വന്നു. അലുമിനിയം പാത്രം വിഷമാണെന്ന് കഴിഞ്ഞപ്പോൾ അലുമിനിയം പാത്രം എല്ലാം സൈഡിലേക്ക് മാറ്റി സ്റ്റീൽ പാത്രങ്ങളാക്കി. ഇതൊന്നും നമ്മൾ കൊടുക്കുന്നില്ല, വീട്ടിൽ വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിന്റെ അതിപ്രസരം, എല്ലാ സാധനങ്ങളും പ്ലാസ്റ്റിക് കൂടിലും പ്ലാസ്റ്റിക് കവറിലുമാണ് കിട്ടുന്നത്. എതിലേ പോയാലും 2 കുപ്പി വെള്ളം നമ്മൾ മേടിക്കേണ്ടി വരും, അതും വീട്ടിൽ കൊണ്ട് സൂക്ഷിച്ചു വെക്കും. ഇതെല്ലാം ഡംപ് ചെയ്യാനുള്ളൊരു സ്ഥലമാണ് വീട് എന്ന് പറയുന്നത്. ഹൗസ് അല്ല, ഇറ്റ് ഇസ് ഹോം. നമുക്ക് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാനുള്ള ഒരു സ്ഥലമായിരിക്കണം വീടെന്ന് പറയുന്നത്. അപ്പൊ വീട്ടിലേക്ക് വന്ന് കയറി കഴിയുമ്പോഴത്തേനും ഇതുപോലെയുള്ള ആവശ്യമില്ലാത്ത സാധനത്തിന് കൂമ്പാരത്തിന് നടുക്കോട്ട് വരുമ്പോൾ നമ്മുടെ ജീവിതം എത്ര ദുഷ്കരമാണ്. അതുപോലെ തന്നെ അയൽപക്കത്ത് ഒരാൾ ഒരു പുതിയ ഫ്രിഡ്ജ് വാങ്ങിച്ചു. നമ്മുടെ ഫ്രിഡ്ജ് നല്ലതാണ് എങ്കിലും അതിനേക്കാളും വില കൂടിയ വലുത് സൗകര്യങ്ങൾ ഒരു ഫ്രിഡ്ജ് വാങ്ങിക്കും. നമ്മുടെ അയൽപക്കത്ത് ഒരാൾ വലിയ കാർ വാങ്ങിച്ചു. ഇപ്പം ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങളൊക്കെ കോളേജിൽ ജോലി കിട്ടിയ സമയത്ത് അവിടുത്തെ സ്കൂട്ടർ പോലും ഒരു ആഡംബരമായിരുന്നു സാറിന്. അവസാനം ഞാൻ റിട്ടയർ ചെയ്യുമ്പോൾ പലരും ബെൻസ് കാറല്ല വന്നത്. ഇന്നത്തെ കാലത്ത് പൈസ കടമെടുത്ത് ചെലവാക്കി അവസാനം ആത്മഹത്യ ചെയ്യുന്ന എത്രയോ മനുഷ്യരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. അവരുടെ വരവറിയാതെ ചെലവ് ചെയ്യും. അപ്പൊ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ആരാധനാലയങ്ങൾ, ഒരു ദൈവവും പറഞ്ഞിട്ടില്ല എനിക്ക് ഇത്ര കോടി രൂപയുടെ ഒരു ആരാധനാലയമാണ് പണിയേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല. പാവപ്പെട്ട മനുഷ്യനെ പിഴിഞ്ഞ് അല്ലെങ്കിൽ അതുപോലെ ഉണ്ടാക്കിയെടുക്കുന്ന പൈസ കൊണ്ട് വലിയ അമ്പരചുംബികളായ ആരാധനാലയങ്ങൾ എങ്ങോട്ടും പോകേണ്ട. കേരളത്തിൽ തന്നെ എത്രയോ ഉണ്ട്. ഞാൻ ക്രിസ്ത്യാനിയാണ്. ഞങ്ങളുടെ തന്നെ എത്രയോ പള്ളികള് കോടികൾ വിലയുള്ളതാണ്. ഇങ്ങനെ ഒരു ആരാധനയെ ഒരു ദൈവവും മനസ്സിൽ കണ്ടിട്ടില്ല. ഒരു കല്യാണം നടക്കുമ്പോൾ എന്തുമാത്രം അനാവശ്യ ചെലവുകളാണ്. ആൾക്കാരെ വിളിക്കണം, അവർക്ക് ഭക്ഷണം കൊടുക്കണം, അതൊരു വശം. അനാവശ്യമായിട്ട് എത്രയോ ഒരു കല്യാണത്തിൽ ചെയ്യുന്നതിൽ എത്രയോ ഐറ്റം സാധനങ്ങളാണ്. നമുക്ക് ഇതൊന്നും കഴിക്കാൻ പറ്റില്ല. അവസാനം ഇതെല്ലാം വേസ്റ്റ് കൊട്ടയിലേക്കാണ് പോകുന്നത്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ നമ്മൾ പറയുകയാണെങ്കിൽ ഒത്തിരി ഉണ്ട്. ഞാൻ ഉലകൻ സാറെ ഇവിടെ നിർത്തുകയാണ്. പക്ഷെ സുജിത് സാറിനെ കുറിച്ച് 2 വാക്ക് പറയാതിരിക്കാൻ വയ്യ. ജീവിതത്തിന്റെ ഒരു പർപ്പസ് അത് കണ്ടെത്തിയ ആളാണ് സുജിത്ത്. ഒരുപക്ഷെ നമ്മളൊന്നും അത് കണ്ടെത്തിയിട്ടുണ്ടാവില്ല. ഇനി കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം നമ്മൾ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വേറൊരു സത്യം. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കിക്കഴിയുമ്പം ജീവിതത്തിന് ഒരു പർപ്പസ് നമുക്ക് ഉണ്ട്. അത് കണ്ടെത്തുക, അതിനനുസരിച്ച് ഒരു ജീവിതം നയിക്കുക. അതുപോലെ തന്നെ ഒരു വിഷൻ. നമ്മൾ ഇന്ന് ഈ ലോകത്തുള്ള മനുഷ്യരുടെ പലരുടെയും ചിന്താഗതി അന്നത്തെ ദിവസം കഴിഞ്ഞു പോയാൽ മതി. നാളെ എന്ത്, നാളത്തെ കഴിഞ്ഞ് എന്ത്, ഒരു വർഷം കഴിയുമ്പോൾ എന്റെ അവസ്ഥ എന്താണ്, ഞാൻ ജീവിക്കുന്ന സാഹചര്യങ്ങൾ എങ്ങനെയായിരിക്കണം. ഇങ്ങനെ ഒരു വിഷൻ ഒന്നും ആർക്കും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പലപ്പോഴും. ഒരു ഡിസിപ്ലിൻഡ് ലൈഫ് എന്ന് പറയുന്ന ഇന്നത്തെ കാലത്ത് ഒരു മരീചികയാണ്. കുഴിമന്തി തൊട്ട് അങ്ങേയറ്റം വരെയുള്ള സാധനങ്ങൾ മേടിച്ച് തിന്നുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിന്. അത് നമ്മുടെ ശരീരത്തിന് നല്ലതാണോ? നമ്മൾ 30 വയസ്സ് തൊട്ട് തന്നെ രോഗികളായിട്ട് മാറണോ? നമ്മുടെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ എന്റെ മനസ്സിലൂടെ ഞാൻ ചോദിക്കും, കല്യാണത്തിന് പോയാലും എവിടെ പോയാലും ഇതെന്റെ ശരീരത്തിന് നല്ലതാണോ, എനിക്ക് നല്ലതാണോ? ആണെങ്കിൽ മാത്രമേ ഞാൻ ആ ഭക്ഷണം കഴിക്കുകയുള്ളൂ. ഞാൻ അനാവശ്യം ഒരു പക്ഷേ എന്റെ ചെറുപ്പകാലത്ത് ഞാൻ കിട്ടുന്നതെല്ലാം ഐസ്ക്രീമും അതെല്ലാം കഴിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഐസ്ക്രീം കഴിക്കാറില്ല, മധുരം ഇട്ട് ചായ കുടിക്കാറില്ല. അതുപോലെ തന്നെ ഇതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്, പക്ഷെ ഞാൻ കഴിക്കാറില്ല. ഇറച്ചി ഏകദേശം കംപ്ലീറ്റ് തന്നെ ഞാൻ വർജിച്ചു. അത്യാവശ്യം വല്ല സ്ഥലത്തും കല്യാണത്തിനും 1 കഷ്ണം ഇറച്ചി കഴിക്കത്തുള്ളൂ. അങ്ങനെ നമ്മുടെ ശരീരത്തിനോട് നമ്മൾ ചോദിക്കുക, നമ്മുടെ ശരീരത്തിന് ആവശ്യമാണോ ഇത്? നമ്മളിങ്ങനെ കുറെ ചിന്തകൾ ഈ വരും വർഷങ്ങളിൽ എടുക്കുക, അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കുക. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ജീവിതം മാറി മറിയും. നമ്മളെ ബാക്കിയുള്ളവര്
പലരുടെ ജീവിതം ബാക്കിയുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് വിചാരിക്കും, അവര് എന്നെ കുറിച്ച് എന്ത് പറയും, ഞാനൊരു പിശുക്ക്. ഇപ്പോ ഈ മിനിമലിസത്തിൽ ജീവിക്കുന്നതിനെ കുറിച്ച് ആൾക്കാർ പിശുക്കെന്ന് പറയുമായിരിക്കും. പക്ഷെ ഞാൻ എന്റെ ജീവിതത്തിൽ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം മേടിക്കും. അനാവശ്യങ്ങളൊന്നും ഇല്ല. ആരെയും കാണിക്കാൻ വേണ്ടിയല്ല എന്റെ ജീവിതം, എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്റെ ജീവിതം. എന്റെ ജീവിതം ബാക്കി ആളുടെ മുമ്പിൽ തീരെഴുതി കൊടുക്കാനുള്ളതല്ല. എനിക്ക് എന്റെ ജീവിതം സന്തോഷത്തോടെ പറഞ്ഞ ഹാപ്പിനെസ്, സന്തോഷത്തോടെ എനിക്ക് ഈ ലോകത്ത് ജീവിച്ച് മരിച്ചു പോകണം. അത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യും. എന്റെ സന്തോഷം എന്നിലാണ് കുടികൊള്ളുന്നത്, അല്ലാതെ ബാക്കിയുള്ളവരിലല്ല എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. പിന്നെ സാറുടെ ലേണിംഗ് ജേർണൽ എന്ന് പറഞ്ഞു. ലേണിംഗ് ജേർണൽ മലയാളത്തെ കുറിച്ച് പറയുന്നത് എന്റെ ജീവിതത്തിന്റെ നാൾവഴി പുസ്തകം. നാൾവഴി എന്ന് പറഞ്ഞ സാധനം കച്ചവടക്കാർ എഴുതാറുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസങ്ങളിലും നമുക്കുണ്ടായിട്ടുള്ള തിക്താനുഭവങ്ങള്, നല്ല കാര്യങ്ങള്, എനിക്ക് നാളെ അതിനകത്തൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തി എന്റെ ജീവിതത്തെ 1% ഒരു 0.5% എനിക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അവിടെയാണ് ഈ ലേണിംഗ് ജേർണലിന്റെ പ്രസക്തി ഇരിക്കുന്നത്. അപ്പൊ വളരെ നല്ല ഐഡിയാസ് എല്ലാമാണ് സാർ ഇന്നിവിടെ കൊണ്ടുവന്നത്. അവസാനമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു കോട്ടുകൂടെ പറയാം. ബെർണാഡ് ഷാ ആണെന്ന് തോന്നുന്നു. ബെർണാഡ് ഷാ മരിക്കാൻ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് പത്രലേഖകർ ചോദിച്ചു, അദ്ദേഹം വളരെ പ്രസിദ്ധനായിരുന്നല്ലോ, അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് ഒരു ജീവിതം കൂടി തരികയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കും? അപ്പൊ അദ്ദേഹം പറഞ്ഞത്, എന്റെ ജീവിതത്തിൽ, ഈ കഴിഞ്ഞ ജീവിതത്തിൽ എനിക്ക് പൂർത്തിയാക്കാൻ സാധിക്കാത്ത നല്ല കാര്യങ്ങൾ ഞാൻ പൂർത്തിയാക്കും. ഞാൻ എന്റെ ജീവിതത്തിൽ ഇത്രയും നാളും ജീവിച്ചപ്പോൾ പറ്റിയ തെറ്റുകുറ്റങ്ങളെല്ലാം ഞാൻ മാറ്റി ഒരു പുതിയ മനുഷ്യനായിട്ട് ജീവിക്കും. എന്റെ ജീവിതം മാറി ഞാനൊരു വ്യത്യസ്ത മനുഷ്യനായിട്ടായിരിക്കും ഇനി ജീവിക്കുക. അപ്പോ എന്റെ ജീവിതത്തില് മാറ്റങ്ങൾ വരുത്താൻ മരിക്കുന്നതിന് വരെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഈ 2024 തന്നെ നമ്മുടെ ജീവിതത്തിന് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ, നമ്മളോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ നീതി. അതിന് നമുക്ക് പരിശ്രമിക്കാം. എനിക്ക് തോന്നുന്നു സുജിത് സാറിന്റെ ഇന്നത്തെ ആ ക്ലാസ് അതിലേക്ക് വെളിച്ചം വീഴ്ത്തുന്നതായിരുന്നു. സോ വി ക്യാൻ ലീവ് എ സക്സസ്ഫുൾ ലൈഫ്. താങ്ക് യു. ഓവർ ടു യു സാബു സാർ. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. റോയ് സാർ. സാർ ഇന്ന് വിഷൻ, ഡിസിപ്ലിൻ, പാഷൻ ആൻഡ് റിച്ചസ്നെസ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇത് ഒരു ഇൻസിഡന്റിൽ നിന്നും ആണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു തരുന്നതിനുള്ള ഒരു വിഷയം ഉണ്ടായത്. ഇതുപോലെ പല ഇൻസിഡന്റുകളുമാണ് പലർക്കും പല വിധത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്ന ജീവിതത്തിൽ. പക്ഷേ പല ഇൻസിഡന്റുകളിൽ നിന്നും പഠിക്കാത്തവരുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മൾ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല, കാണിച്ചു കൊടുക്കാൻ. ഞാനിപ്പോ എക്സാമ്പിൾ ഒരു കാര്യം പറയുന്നത് വെച്ചാല്, എന്റെ മകന്റെ കല്യാണത്തിന് മക്കള് വളരെ ആഘോഷമായിട്ട് നടത്തുകയും മറ്റുള്ളവർക്ക് കൃഷി കാണിക്കാൻ. അപ്പൊ ഒരു കാറ് 4000 രൂപയ്ക്ക് വാടകയ്ക്ക് എടുത്ത് മണവാട്ടി. ഞാന് എന്റെ ഒരു ഇത് സ്വന്തം വിയർപ്പ് കൊണ്ട് വാങ്ങിയ അവനവന്റെ കാറിൽ പോകുന്ന ഒരു സന്തോഷം മറ്റേ കാറിൽ കിട്ടത്തില്ല. കാരണം അതിനു വേണ്ടിയിട്ട് നമ്മൾ കാശ് കൊടുക്കുക. അപ്പോ ചില ഇൻസിഡന്റുകളിൽ നമുക്കത് നേരെയാക്കാൻ പറ്റും. പക്ഷേ ആ ഒരു വാസന എന്ന് പറയുന്നത് സമൂഹത്തിലുണ്ട്. അപ്പൊ ഓരോ ഇൻസിഡന്റിലും അതുപോലെയുള്ള ഒരു ഗൈഡ് ലൈൻസ് കൊടുത്താൽ വ്യത്യാസം വരും. ഇപ്പൊ സാർ പറഞ്ഞ അതുപോലെ തന്നെ ഒരു കാര്യം എന്ന് പറയുന്നതാണ് വിഷൻ. ഈ വിഷൻ എന്ന് പറയുന്ന ഒന്നും തന്നെത്താനെ വന്ന് പൂർണ്ണമല്ലാണ്ട് ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ ജീവിതത്തിലെ ചില അനുഭവത്തിൽ നിന്ന് ഈ വിഷനൊക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ഡിസിപ്ലിന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ ഡയറി എഴുതുക എന്ന് പറയുന്നത്, ഡയറി എഴുതി കഴിഞ്ഞാൽ അതല്ല ഇത് എന്ന് തോന്നുന്നതായിരിക്കും. പക്ഷേ ഡയറിയില് ദൈനംദിന കാര്യങ്ങളെല്ലാം ആയിരിക്കും, സാധാരണ അല്ലാതെ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ കുറിച്ച് വെക്കുന്നത്. ഇപ്പോ എനിക്ക് മാനസികമായി ബുദ്ധിമുട്ട് തോന്നിയ ഒരു പെരുമാറ്റം എൻ്റെ വൈഫിൽ നിന്നോ എൻ്റെ കുട്ടിയിൽ എൻ്റെ മകളിൽ നിന്നോ ഉണ്ടായാൽ ഞാനത് എഴുതി വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നി. ഇതുപോലെയാണ് ഇത് എഴുതി വെക്കുമ്പോൾ നമുക്ക് ആശ്വാസമുണ്ട്. പക്ഷെ ഞാൻ എഴുതി വെച്ചത് അങ്ങനെ ഒരെണ്ണം മകൻ ബൈ ചാൻസിൽ വായിച്ചിട്ട് പറഞ്ഞു, ഇതെല്ലാം ഇങ്ങനെയൊക്കെ എഴുതി വെക്കണേ, അതാ ഞാൻ അങ്ങനെ അല്ലായിരുന്നു ഉദ്ദേശിച്ചത് മറ്റത് എന്ന് പറഞ്ഞു. പക്ഷെ ഞാനൊരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് എഴുതി വെച്ചതാണ്, എന്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി. ഇത് വായിച്ചു, അതെന്റെ പേഴ്സണൽ കാര്യമല്ല, ഇങ്ങനെ വായിച്ചു നോക്കി, എനിക്ക് അന്നേരം തോന്നിയത് ഞാൻ എഴുതി വെച്ചു എന്ന് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ അതുപോലെ തന്നെ നമ്മളെന്തിനാ ഈ കണക്കെഴുതുന്നേ? നമ്മൾ അന്യായമായിട്ട് ഒരു ചെലവ് ചെയ്യില്ല, ഇതിനെ എഴുതണേ എന്ന് വിചാരിച്ചിരുന്ന ആളാണ് ഞാൻ. പക്ഷേ ഞാൻ കണക്ക് എഴുതാൻ തുടങ്ങിയപ്പോൾ നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ. എന്റെ വരുമാനം ഇത്രയാണ്, ഇത്ര രൂപ എന്റെ പേഴ്സണൽ എക്സ്പെൻസിൽ പോകുന്നു, ഇത്ര
ഇത്ര രൂപ എൻ്റെ കുട്ടികളിൽ ഇത്ര രൂപ ഞാൻ സേവ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ നമ്മളിൽ തന്നെ അത് തന്നെ എൻ്റെ ആര് ചോദിച്ചാലും പറയാൻ പറ്റിയ ഒരു സംഗതി പോലെയാണ്. അപ്പൊ ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ സാധാരണ ഇന്നത്തെ കാലഘട്ടത്തില് 1 കിലോ പഞ്ചസാരയുടെ വില എന്താണ് ഇതെന്ന് ചോദിച്ചാൽ നമ്മുടെ കുട്ടികൾ അറിയണം നിർബന്ധമില്ല. പക്ഷേ ഇതൊക്കെ അറിഞ്ഞിരിക്കണമെങ്കിൽ ഈ സൈസ് കണക്കെഴുതിയാലേ ഒക്കത്തുള്ളൂ സാധാരണ. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. സുജിത്തിന്റെ ഈ ഒരു പ്രസന്റേഷനിൽ നിന്നും കാര്യങ്ങള് സാധാരണക്കാരിലേക്ക് നമ്മൾ എങ്ങനെ ചെലുത്താൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ജീവിതത്തിൽ നിന്ന് വന്ന ഒരു ഇതായതുകൊണ്ടുണ്ടല്ലോ, വളരെ ഇതായിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. സാറ് പറഞ്ഞ മിനിമലിസത്തിന്റെ ഞാൻ ഇതിനു മുമ്പ് സാറിന്റെ ഒരു കണക്ക് കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ മിനിമലിസ്റ്റിൽ ജീവിക്കുന്ന ആളെ ഇന്നത്തെ സമൂഹത്തിൽ മെജോറിറ്റി ഒരു പുച്ഛമായിട്ടേ കാണുള്ളൂ എന്ന് ഞാൻ കാണുന്നത്. കാരണം അതൊരു പിശുക്കാണ് എന്നുള്ള രീതിയിലാണ്. അതിലൊരു എൻജോയ്മെന്റ് വരണം. ആ മിനിമലിസത്തിൽ നമുക്കൊരു എൻജോയ്മെന്റ് വരണം. ആ ഒരു എൻജോയ്മെന്റ് നമുക്കുള്ളതുകൊണ്ട് നമ്മൾ മിനിമലിസ്റ്റ്. അല്ലാതെ മറ്റുള്ളവർ നോക്കുമ്പോൾ അത് വേറെ രീതിയിലാണ്. അപ്പൊ ഞാൻ പറയുന്നത് എല്ലാ കാര്യങ്ങളും സ്വന്തം അനുഭവത്തിലൂടെ എൻജോയ് ചെയ്ത് പോകുന്ന ഒരു ഇത് വന്നാൽ മാത്രമേ ഇത് പ്രായോഗികമാകുള്ളൂ. അല്ലാണ്ട് നമ്മൾ മറ്റൊരാൾ ഞാൻ എങ്ങനെ കാണിക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോ പിന്നെ സാറ് പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ആവുമെന്ന് പറയുമ്പോൾ ഇതെല്ലാം സാധാരണ വീടുകളിലും ജീവിതത്തിലും ഉണ്ട്. ഇതൊന്ന് മാറ്റിയെടുക്കാൻ പറ്റും, ഞാനത് മാറ്റിയെടുത്തു എന്ന് പറയുമ്പോൾ ഇതുപോലെ എനിക്കും ഒന്ന് മാറ്റിയെടുക്കണം എന്ന് മറ്റുള്ളവർക്ക് തോന്നണം. അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് പ്രായോഗിക ജീവിതത്തിൽ വരുന്ന ചില ബുദ്ധിമുട്ടുകൾ അതിൽ നിന്ന് നമ്മൾ ഉരുതിരിഞ്ഞ് വരുന്നതാണ് നമ്മളുടെ ഈ കാര്യങ്ങൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ അതുപോലെ തന്നെ ഈ പറയുന്ന വിവാഹത്തിന്റെ ചെലവുകളൊക്കെ സാർ പറഞ്ഞു ഈ കാര്യത്തിലൊക്കെ. അപ്പൊ അതൊക്കെ ഒന്ന് വിവാഹത്തിന് പോകുന്നു എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കാൻ പോകുന്നു എന്നാണ് സാധാരണക്കാരായ ആൾക്കാരൊക്കെ ചിന്തിച്ചു വെച്ചത്. നമ്മുടെ മകന്റെ അല്ലെ ആരുടെയും ഒരു വിവാഹം നടക്കുന്ന സമയത്ത് നമ്മുടെ അഭ്യുദയകാംക്ഷികൾ നമ്മൾ വേണ്ടപ്പെട്ടവരെ എല്ലാം പ്രസൻസ് ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ എല്ലാവരെയും വിളിക്കുക. അപ്പൊ അവര് എത്ര അത് ആ പ്രസൻസും ആ മംഗളകർമ്മത്തിൽ എല്ലാവരും സാക്ഷികളാവണം എന്നൊക്കെയാണ് നമ്മുടെ ഉദ്ദേശം. അതിന് വേണ്ടപ്പെട്ടവരെ കൂടി വരുന്ന ആൾക്കാർ ഇതൊന്നും കഴിഞ്ഞിട്ട് വേണം ഇനി അവിടെ അവളെ കയറാൻ ഇടിച്ചു കയറുകയും മറ്റുമൊക്കെ ചെയ്യുന്നത്. അപ്പൊ ആ കൺസെപ്റ്റ് തന്നെ മാറിപ്പോവുക. ഇതേക്കുറിച്ച് ആരും ചിന്തിക്കാറില്ല. കല്യാണത്തിന് വിളിച്ചെന്ന് പറഞ്ഞാൽ ഒരു ചാപ്പാടുണ്ട്, അത് ഒരു മണിക്കൂർ കഴിഞ്ഞ് എന്നുവെച്ചാൽ മതി, അത് കഴിയുമ്പോഴത്തേക്ക് ആവുള്ളൂ ഭക്ഷണം എന്ന് പറയുന്ന പോലെയാണ്. അപ്പൊ അതിന്റെ അന്തസത്ത പോയി. എന്തിനാണ് മാരേജിന് വിളിച്ചത്? ഒരു മംഗളകർമ്മം നടക്കുമ്പോൾ നമ്മുടെ അഭ്യുദയകാംക്ഷയും വേണ്ടപ്പെട്ടവരുടെയും പ്രസൻസ് ആഗ്രഹിച്ചുകൊണ്ട് ആ മനുഷ്യൻ വിളിക്കുക നമ്മളെ. എന്നിട്ട് ആ ഒക്കേഷൻ അനുസരിച്ചുള്ള മര്യാദയ്ക്കുള്ള ഭക്ഷണം കൊടുത്തു വിടുക. അതല്ല ഇന്നിപ്പോ ചെയ്യുന്നത്. ഇന്നിപ്പോ ചെയ്യുന്നത് വേറൊരു ചടങ്ങാണ്. അതിന്റെ പ്രൗഢിയും മറ്റതും കാണിക്കാനുള്ള ഓക്കെ സാർ. ഞാൻ സംസാരിക്കാൻ നോക്കിയാൽ ഒത്തിരി സംസാരിക്കണം. ഏതായാലും ഞാന് നേരത്തെ തന്നെ സുജിത്തിന്റെ ക്ലാസ് നേരത്തെ നമ്മുടെ ഇതിൽ തന്നെ കേട്ടിട്ടുണ്ട് ഞാൻ. അപ്പൊ അതിൽ നിന്ന് ഞാൻ പല കാര്യങ്ങളും ഉൾക്കൊണ്ടിട്ടുമുണ്ട്. വളരെയധികം ഇത് വന്നിട്ടുണ്ട്. കാരണം ആ ഒരു ഇൻസിഡന്റ് ഇന്നലെ പറഞ്ഞു, നേരത്തെ തന്നെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ആദ്യത്തെ ക്ലാസ്സുകൾ മുതലേ ഉണ്ടാകും. അത് ഞാൻ വളരെയധികം ഇത് ചെയ്യുന്നതാണ്. പിന്നെ തുടർന്നുള്ള ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ സമയം ഈ 8:45 പറഞ്ഞ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി ഭക്ഷണം കഴിക്കാൻ വിളിക്കും 9 മണിയാകുമ്പോഴത്തേക്കും. അപ്പൊ ഈ സമയത്ത് ഇത് നോക്കിയത് പിന്നെ അത് തന്നെയല്ല, ഇടയ്ക്കിടയ്ക്ക് കയറി ഇറങ്ങാനുള്ള വലിയ ബുദ്ധിമുട്ടാണ്. അതാണ്. എനിവേ ഇത് സ്വന്തം അനുഭവത്തിലൂടെ അല്ലാതെ മറ്റുള്ളവരിൽ വരികയില്ല. അനുഭവത്തിൽ വന്നുള്ള ആൾക്കാർ പറയുമ്പോൾ കുറെ ആൾക്കാർക്ക് അത് സ്പ്രെഡ് ചെയ്യുമെന്ന് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, താങ്ക് യു സർ. നല്ല വർഷം. റോഹിത് സാർ കല്യാണത്തെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ മനുഷ്യർ കല്യാണത്തിന് പോകുന്നത് ഭക്ഷണത്തിന്റെ സമയത്താ. ആ ചടങ്ങ് കഴിയുമ്പോഴാണ് പലരും അവിടെ വരുന്നത്. സാറ് പറഞ്ഞ ആ ഒരു പ്രസക്തമായ സമയത്ത് അവരവിടെ ഉണ്ടാവില്ല. ഓക്കെ സാർ, താങ്ക് യു. സുജിത്തിന്റെ ക്ലാസ് ഉണ്ടോ ഇന്ന്? ഇട്ടപകലുണ്ടോ? നാളെ. ഓക്കെ. സോ നമുക്ക് ഡെയിലി 8:45 സുജിത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ലൈഫ് സ്റ്റൈലിന്റെ ക്ലാസ്സുകളുണ്ട്. പിന്നെ ഞാനും ശനിയുമില്ല, ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം 8:45 സെയിം പ്ലാറ്റ്ഫോമിൽ സെയിം ലിങ്കിലൂടെ കയറാം. വിൻസെന്റ് സാർ പ്ലീസ്. നമസ്കാരം സാർ. എനിക്ക് ഇത് കേട്ടപ്പോൾ മുതൽ അതുപോലെ തന്നെ സാറിന്റെ 8:45 ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടൊരു കാര്യം ഞാൻ പറയുന്നത്,
ഇത് കേൾക്കേണ്ടത് എന്നെ പോലെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള പോലത്തെ പ്രായമുള്ള ആൾക്കാരല്ല, ചെറുപ്പക്കാരാണ്. കാരണം ഇത്രയും അർത്ഥവത്തായ ഭാവിയിലേക്കുള്ള ഒരു കരുതലായിട്ട് നമ്മുടെ സ്വന്തം പേഴ്സണാലിറ്റിയിലേക്ക്, നമ്മുടെ സ്വന്തം വ്യക്തിത്വത്തെ ഒന്നുകൂടെ മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കുന്ന രീതിയിലുള്ള ഈ വക ടിപ്സ്, കാരണം ഒരു ക്ലാസ് നമ്മളെക്കാട്ടി കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നത് ചെറുപ്പക്കാർ. ഇപ്പൊ ഈ നമ്മുടെ ചെലവ് ചോദിക്കുന്നതിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കായിരുന്നു, എക്കണോമിക്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. പക്ഷെ അവിടെ ഒരു ചെറിയൊരു ഡീവിയേഷൻ വരണം, അല്ലെങ്കിൽ ഒരു ഡിഫറൻസിയേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. വാണ്ട്സ് ആൻഡ് നീഡ്സ്. നമുക്ക് വാണ്ട്സ് ഉണ്ട്, നീഡ്സ് ഉണ്ട്. അതാണ് റോയ് സാറും പറഞ്ഞ് ഉലഹൻ സാറും പറഞ്ഞത്. അതായത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ, ആവശ്യമുള്ളതും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. നമ്മളൊരു കുടുംബത്തിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങൾ, ഇത് അത്യാവശ്യമുള്ള ചില കാര്യങ്ങൾ. നമ്മളെല്ലാവരും പോണത് വാണ്ട്സിലേക്കാണ്, നീഡ്സിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പൊ എന്താണ്, അതാണ് ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. നമ്മൾ എന്ത് ചെയ്താലും എന്തോ ആഗ്രഹിച്ചാലും അത് ഒന്ന് ഫുൾഫിൽ ചെയ്യുന്ന സമയത്ത് മറ്റിലേക്ക് നമ്മൾ വീണ്ടും ആഗ്രഹിക്കും. അപ്പൊ അതിലാണ് ഈ വരവ് ചെലവ് കണക്കിൽ പെടുന്ന ഏറ്റവും വലിയ അപാകത ഈ ഒരു കാര്യം. നമ്മൾ വരവ് നോക്കണില്ല, ചെലവ് നമ്മൾ ശ്രദ്ധിക്കണോ. അതേസമയം ചെലവ് കൺട്രോൾ ചെയ്യാനുള്ള മനസ്ഥിതിയോ അല്ലെങ്കിൽ അതിനുള്ള പക്വതയോ നമുക്ക് വരുന്നു. റോയ് സാറ് പറഞ്ഞു പ്രായമായിരിക്കുന്ന കാര്യത്തിൽ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിക്കായിരുന്നു, നമ്മുടെ ജോബി സാർ, നമുക്ക് ജോബി സാറ് പറഞ്ഞാൽ ചെറുപ്പത്തിൽ അങ്ങനെ ചെയ്തിരുന്നു. ഇപ്പൊ ഞാൻ നോക്കുന്നുണ്ട്, ചെറുപ്പത്തിൽ നമുക്ക് ആ ഒരു പക്വത വന്നിട്ടില്ല. ഈ സുജിത് സാർ എന്നെ നേരത്തെ പറഞ്ഞതുപോലെ വിവരവും പിന്നെന്താണ് അതിനോട് വേറെ ഉണ്ടല്ലോ, കിട്ടുന്നില്ല നമുക്ക്, അറിവ് തിരിച്ചറിവല്ലേ സാറേ? അതന്നെ, അറിവുണ്ട്, തിരിച്ചറിവുണ്ടായിട്ടില്ല നമുക്ക്. ഈ പ്രായമാകുമ്പോൾ ഈ സമയത്താണ് റോയ് സാറും ഉലകണ്ണൻ സാറും എന്നെ പോലെയുള്ള ആൾക്കാർക്ക് തിരിച്ചറിവുണ്ടാകുന്നത് ഈ പ്രായത്തിൽ. അത് തിരിച്ചറിവ് ഉണ്ടാക്കേണ്ടത് ചെറുപ്പത്തിൽ നമ്മുടെ മക്കൾക്കാണ്. നമ്മുടെ മക്കളെ വെച്ചാൽ നമുക്കറിയാം, നമ്മൾ വളർന്ന സാഹചര്യത്തിൽ നമുക്ക് ഈ തിരിച്ചറിവ് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നമുക്ക് തിരിച്ചറിവ് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ അതായത് എനിക്ക് സുജിത് സാറിന്റെ ആ ആശയത്തോട് എനിക്ക് ഏറ്റവും വലിയ ബഹുമാനം തോന്നുന്നു. നമ്മളെയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ കൂടെ നമ്മുടെ സമൂഹത്തെ, നമ്മുടെ ഭാവി തലമുറയെ, നമ്മുടെ പുറകിൽ വരുന്ന എല്ലാവരെയും കൂടെ ഉയർത്താനുള്ള, അല്ലെങ്കിൽ അവർക്ക് ഈ ചിന്ത വരുത്താനുള്ള ഒരു ശ്രമമാണ് സുജിത് സാർ നടത്തുന്നത്. അതിൽ നമ്മൾ ഭാഗമാക്കുകയാണെങ്കിൽ എൻ്റെ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ എൻ്റെ ഇത് ഞാൻ പറയുന്നു, അപേക്ഷ സാറിനോട്, ഈ ക്ലാസ്സുകൾ നമുക്ക് എങ്ങനെയെങ്കിലും ഏതെങ്കിലും കോളേജിലോ സ്കൂളിലോ എവിടെയെങ്കിലും ചെറുപ്പക്കാർക്ക് വേണ്ടി നമ്മൾ ഫ്രീ ആയിട്ട് നമുക്ക് നടത്താൻ പറ്റുവാണെങ്കിൽ, അവരുടെ ഉള്ളിലെ ഈ അവബോധം അവരുടെ ഉള്ളിൽ സൃഷ്ടിക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം അതായിരിക്കും എനിക്ക്. സാറേ, ഞങ്ങൾ പ്ലാൻ ചെയ്യാണ്, സ്ട്രക്ചർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂളുകളിൽ ഇതുപോലത്തെ ക്ലാസ്സുകൾ ചെയ്യാൻ ഞങ്ങൾ സ്ട്രക്ചർ, അതിന്റെ കരിക്കുലം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വളരെ ഷോർട്ട് ടൈമേ നമുക്ക് കിട്ടത്തുള്ളൂ, ലോങ് ടൈം കിട്ടത്തില്ല. അപ്പൊ ആ ടൈമിൽ നമുക്ക് എന്തൊക്കെ പറയണം, ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് നല്ല കൃത്യമായിട്ട് ഇപ്പൊ നമ്മൾ അതുകൊണ്ടാണ് കണ്ടിന്യൂസ് ക്ലാസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഏകദേശം 2 മാസമായി നമ്മൾ ഈ ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് ഒന്ന് ശരിയാക്കി എടുക്കണം, ഒന്ന് കറക്റ്റ് ചെയ്യണം. കംപ്രസ് ചെയ്തിട്ട് സുൽസാനി പറഞ്ഞ കാര്യങ്ങളെ കംപ്രസ് ചെയ്തിട്ട് 1 മണിക്കൂറോ 2 മണിക്കൂറോ മാത്രം മതി. അത് സാറ് ശ്രദ്ധിച്ചറിയാം, നമ്മൾ കഴിഞ്ഞ ഒരു മാസം 2 മാസമായിട്ട് ഒരേ ടോപ്പിക്, ഒരേ 5 ഡേയ്സിന്റെ ടോപ്പിക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടും നമുക്ക് അതിന്റെ ആശയം കൃത്യമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകുന്നത്. അത് ഇത് പറയുമ്പം ഇത് പ്രായോഗിക രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് അതിനെ ഒന്നും കൂടെ കുട്ടികൾക്ക് അഡാപ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ഇതിനെ ഒന്ന് മോൾഡ് ചെയ്ത് ഒന്ന് റീഫിക്സ് ചെയ്ത് അവർക്കും കൂടെ ഡൈജസ്റ്റബിൾ ആവുന്ന രീതിയിലേക്ക് ഒന്ന് ചെയ്തുകൊണ്ടിരിക്കും. അത് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മളത് ചെയ്യും. എന്നാലും അടുത്ത കരിക്കുലത്തിൽ നമ്മളത് ഇറക്കും. അടുത്ത ഇയർ കോളേജ് ആ പ്രോസസ് ചെയ്യും. പിന്നെ ഞാൻ ചില കാര്യങ്ങൾ ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. കാരണം ഒരു റിലീജിയനായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. സാറ് പറഞ്ഞു, ഉലകണ്ണൻ സാറും പറഞ്ഞു,
ചില ദൈവം നമ്മൾ സൃഷ്ടിക്കുന്ന സമയത്ത് ഒരു ഉദ്ദേശത്തോടുകൂടി സൃഷ്ടിക്കുന്നതല്ല. എനിക്ക് അതിനോട് തന്നെ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കാത്തത്. അത് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ദൈവത്തിന്റെ സൃഷ്ടിയെക്കുറിച്ചോ നമ്മളിത് പറയാം. നമ്മളിപ്പോൾ ജീവിക്കണം. നമ്മൾ ദൈവം സൃഷ്ടിച്ചോ ഇത് ദൈവ രാജ്യത്തേക്ക് പോകണം എന്നുള്ള കാര്യം ചിന്തിക്കുന്ന ആവശ്യമില്ല. ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്ത് ഇപ്പൊ ജീവിക്കുന്ന ഇപ്പൊ നമ്മുടെ തലമുറ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സാംസ്കാരിക ഉന്നമനം, ഇത് നമ്മുടേതായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, സാമ്പത്തിക ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, സാമൂഹികപരമായിട്ടുള്ള ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, അത് ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അല്ലാണ്ട് അതിൽ റിലീജിയൻ ഒന്നും ഉൾപ്പെടുന്ന ആവശ്യമില്ല. കാരണം റിലീജിയൻ അത് വേറെ. ദൈവം സൃഷ്ടിച്ചു, ദൈവം എന്തിനു സൃഷ്ടിച്ചു, എങ്ങനെ സൃഷ്ടിച്ചൊക്കെ ചോദിക്കുമ്പോൾ ഒത്തിരി ചോദ്യങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എല്ലാ കാര്യത്തിലും നമ്മൾ സൃഷ്ടിക്കുമ്പോൾ ഒരു ഉദ്ദേശം ഉണ്ടെന്ന് പറയുന്ന സമയത്ത് വികലാംഗരായിട്ടുള്ള ആൾക്കാരെ സൃഷ്ടിക്കുന്നുണ്ട്, ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാരെ സൃഷ്ടിക്കുന്നുണ്ട്, ഒരു കയ്യും കാണില്ലാത്ത ആൾക്കാർ സൃഷ്ടിക്കുന്നുണ്ട്. ഇതിനൊക്കെ ഏതെങ്കിലും ഉദ്ദേശം ഉണ്ടെന്നൊക്കെ പറയില്ല. ഐ ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ് അറ്റ്ലീസ്റ്റ്. അതുകൊണ്ട് അത് നമ്മൾ അതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യണ്ട. നമ്മൾ സാധാരണ ഇന്നത്തെ തലമുറയുടെ ചിന്താഗതിക്കോടനുസരിച്ച് സുജിത് സാറ് ഇപ്പോൾ പറഞ്ഞതിൽ കുറച്ചൊരു ഡീവിയേഷൻ മാത്രം വരുത്തിയാൽ മതി. ഇറ്റ് ഇസ് ബ്യൂട്ടിഫുൾ. സാറെ ഏറ്റവും വലിയ എനിക്ക് എൻ്റെ നന്ദി ഞാൻ പ്രകാശിപ്പിച്ചുള്ളതും സാബു സാറിനോടും സുജിത് സാറിനോടും. താങ്ക് യു വെരി മച്ച്. സാർ, അതെ, എന്ന് വെച്ചാൽ നമ്മൾ റിലീജിയസ് ആയിട്ടല്ല, പ്രകൃതി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് അങ്ങനെ പറയുന്നത്. ഡിവൈൻ പവർ അത് സ്പിരിച്വാലിറ്റിയിലെ കാണുന്നവർ അങ്ങനെ കാണും, അതല്ലാത്തവർ അങ്ങനെ. ഇത് സ്പിരിച്വൽ ഇല്ല എന്ന് പറയുന്നത് അങ്ങനെ. അതിപ്പോ അതിൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ പറ്റും. കാരണം നമ്മൾ പോകുന്നത് ഈ പറഞ്ഞ സ്റ്റുഡൻസിന്റെ പവറിലേക്ക് പോകുമ്പോൾ അവിടെ റിലീജിയൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റേ വരുന്നില്ല. പക്ഷെ മനസ്സിലാക്കുന്നത് ആ ഒരു ഡിനോമിനേഷനിലൂടെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ദൈവമെന്നും പ്രകൃതിയുടെ ശക്തി എന്നൊക്കെ നമ്മൾ മാറ്റി തിരിച്ചു പറയാം. അതൊരു കോൺട്രവേഴ്സൽ അല്ല. സാർ, ഞാനത് ആഡ് ചെയ്തോട്ടെ. നമ്മളിപ്പം ദൈവം സൃഷ്ടിച്ചുള്ള നമുക്കിപ്പോ രണ്ട് രീതിയിൽ എടുക്കാം. ഇപ്പൊ ഞാനൊക്കെ ദൈവത്തിൽ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ദൈവം സൃഷ്ടിച്ച ദൈവത്തിൻ്റെതായ രീതി ചിന്തിക്കുന്നു. ഇനി ദൈവത്തിന്റെ രീതിയിലല്ല സാറേ, ഒന്ന് പറയട്ടെ, ദൈവത്തിന്റെ രീതിയിലല്ല ദൈവമല്ല എന്നെ സൃഷ്ടിച്ചത് എന്ന് ഞാൻ വിചാരിക്കുകയാണെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിന് ഒരു പർപ്പസ് ഉണ്ട് സാറേ. ആ പർപ്പസ് നമ്മൾ നിറവേറ്റാൻ ബാധ്യസ്ഥനാണ്. അല്ലാതെ നമ്മളിപ്പോ ഒരു മൃഗത്തെ പോലെ ജീവിച്ച് മരിക്കാനല്ല നമ്മൾ ഈ ലോകത്തിലേക്ക് എങ്ങനെയാണെങ്കിലും ഏത് രീതി വന്നതാണെങ്കിലും നമ്മൾ ആരും ഒരു മൃഗത്തെ പോലെ ജീവിച്ച് മരിക്കാനുള്ളവരല്ല. നമ്മുടെ ജീവിതത്തിന് പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് നമ്മൾ കണ്ടുപിടിക്കുക, കണ്ടെത്തുക. ഇപ്പൊ സാബു സാറിന്റെ കേസ് തന്നെ എടുക്കുക. സാബു സാറിന്റെ ഒരു പർപ്പസ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ബാക്കിയുള്ളവർക്ക് വേണ്ടി ഇതുപോലെയുള്ള ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുന്നു, ചാരിറ്റി കാര്യങ്ങൾ ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ പർപ്പസ് കണ്ടെത്തി കഴിഞ്ഞു. ആ രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ നമ്മളിപ്പോ ദൈവത്തെ അങ്ങ് വിടാം. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു പർപ്പസ് ഉണ്ട്, അത് നമ്മൾ കണ്ടെത്തണം. അതിനനുസരിച്ചൊരു ജീവിതം നയിക്കണം. അതൊരു ലക്ഷ്യബോധമുള്ള ജീവിതമായിരിക്കണം. അത്രേ ഉള്ളൂ. ഓക്കെ സാറേ, താങ്ക് യു. ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. ഞാൻ വീണ്ടും എക്കണോമിക്സ് ഉദ്ധരിക്കുകയാണ്. ഓൾ അതർ തിങ്സ് റിമൈനിങ് ദ സെയിം എന്നുള്ള ഒരു വാചകമുണ്ട് എക്കണോമിക്സിൽ. ഓൾ അതർ തിങ്സ് റിമൈനിങ് ദ സെയിം. അപ്പൊ അങ്ങനെ ഒരു ജീവിതമാണ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ അതിന് വേണ്ടിയിട്ട് സാബു സാറിനെ പോലെ നമുക്ക് ജീവിതം നമുക്ക് ഇതാക്കാൻ പറ്റും. പക്ഷെ മറ്റുള്ള ഓൾ അതർ തിങ്സ് റിമൈനിങ് ദ സെയിം അല്ല കുറെ ആൾക്കാർ. മനസ്സിലാവുണ്ടോ? അൺപ്രിവിലേജ്ഡ്, നമ്മൾ പ്രിവിലേജ്ഡ് ഉണ്ട്, അണ്ടർ പ്രിവിലേജ്ഡ് ഉണ്ട്, അൺപ്രിവിലേജ്ഡ് ഉണ്ട്. 3 തരത്തിലുണ്ട് ഈ പ്രിവിലേജ് എന്നുള്ള വാക്ക്. പ്രിവിലേജ് നമ്മൾ ചിലപ്പോൾ അൺപ്രിവിലേജ്ഡ് ആയിരിക്കും, അണ്ടർ പ്രിവിലേജ് ആയിരിക്കും. പക്ഷെ അൺപ്രിവിലേജ്ഡ് ഉണ്ട്. ഈ ഏഷ്യാലെ തെരുവിൽ ജീവിക്കുന്നവരും തെരുവിൽ ജനിക്കുന്ന കുട്ടികളും അംഗഭംഗം വന്ന് ജീവിക്കുന്ന കുട്ടികളും കുഷ്ഠരോഗികളിൽ ജീവിക്കുന്നതും ഹമാസിൽ ഇപ്പൊ ജനിക്കുന്ന കുട്ടികളും ഇസ്രായേലിൽ ജനിക്കുന്ന കുട്ടികളും ഇതെല്ലാത്തിനും വ്യത്യാസമുണ്ട്. അവരുടെ പർപ്പസ് എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റുമോ? നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് ഓൾ അതർ തിങ്സ് റിമൈനിങ് ദ സെയിം. നമ്മൾ പറ്റാവുന്ന തരത്തിൽ നമുക്ക് ചെയ്യാം. താങ്ക് യു സർ. ശരിയാ സാർ. അതെ, ഒരു സ്ഥലത്ത് മഴ പെയ്യുമ്പം ക്രിസ്ത്യാനിക്ക് മഴ കൊണ്ടെന്നോ ഇന്നൊരു മഴ കൊണ്ടെന്നോ ഒന്നും പറയാറില്ല. അതൊരു പർപ്പസ് ഓഫ്, അതൊരു എന്താ പറയുന്നത്, ക്രിയേഷന്റെ ഒരു പ്രത്യേകതയാണ്. ആ രീതിയിൽ വേണം നമ്മളും പെരുമാറാൻ എന്നുള്ളൂ. റിലിജിയൻ വന്നാൽ എല്ലാം ഈ പറഞ്ഞ പോലെ ബൈഫർക്കേറ്റഡ് ആയിരിക്കും. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ആൾക്കാരുണ്ടല്ലോ. പിജി ഉണ്ട്, അൽഫോൻസ മാം ഉണ്ട്, ജില്ലാജ ഉണ്ട്, സരസ്വതി മാം ഉണ്ട്, രമാദേവി മാം ഉണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും എനിത്തിങ് എൽസ്? അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് ചെയ്യാം. സുജിത്ത്, നമസ്കാരം. പറയുന്നു. സാറിന്റെ ഡയറി എഴുത്ത്
നല്ല കാര്യമാണ് സാറേ ഡയറി എഴുതുന്നത്. മുമ്പൊക്കെ ഞാൻ എഴുതിയിരുന്നു. എനിക്ക് അതിലൊന്ന് കൂട്ടിച്ചേർക്കാനുള്ളത് ഏതായാലും സാറിന്റെ ക്ലാസ് വളരെ മനോഹരമായിരുന്നു. ഇന്ന് പിന്നെ സ്പീഡെല്ലാം കുറച്ചിട്ടാണ് ക്ലാസ് എടുത്തത്. അതുകൊണ്ട് തന്നെ കേൾക്കാനൊരു സുഖം ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഡയറി എഴുതുന്ന കാര്യത്തിൽ എനിക്കൊന്ന് കൂട്ടിച്ചേർക്കാനുള്ളത്, നമ്മള് കുട്ടികളെ ഇപ്പം സാധാരണഗതിയിൽ വളർത്തുമ്പോ അവര് ഒരു കാര്യം അറിയിക്കേണ്ടതാണ്. ചിലപ്പം അച്ഛൻ എന്തെങ്കിലും അവനോട് ഞാൻ പറയട്ടെ പൈസ പൂതിയോടെ, അപ്പൊ അമ്മ പറയും അവനോട് പറയല്ലേ, അവന് വിഷമിപ്പിക്കല്ലേ, ഇങ്ങനെയുള്ള വാക്കെല്ലാം വരും. അതിന് പകരം എനിക്ക് പറയാനുള്ളത്, ഈ ഡയറി എഴുത്ത് വൈകുന്നേരം ആകുമ്പം ഒരു ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ, പ്ലസ് 2 പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ, അത് മുതിർന്ന കുട്ടിയാണെങ്കിൽ അവനെ ഇരുത്തിക്കൊണ്ട് ഒരു ഡയറി കൊടുത്തിട്ട് പറയണം, നിനക്ക് സമയമുണ്ടോ, ഏതെങ്കിലും ഒരു സമയം നിശ്ചയിക്കുക, 7 മണിയോ, ഇതേ ഒന്ന് അച്ഛൻ്റെ അമ്മേന് ഡയറി ഒന്ന് എഴുതിയാടാ. അപ്പൊ ആ കുട്ടിക്ക് മനസ്സിലാവും എന്തൊക്കെ ചെലവുണ്ട്, എന്തൊക്കെ വരവുണ്ട്, എങ്ങനെയൊക്കെ ചെലവഴിക്കുന്നു, എങ്ങനെയൊക്കെ ഇവർക്ക് ബുദ്ധിമുട്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാവണം. അങ്ങനെയാണെങ്കിൽ അവർക്കും കൂടി ജീവിതത്തിൽ നല്ലൊരു ഇത് കിട്ടുന്നതെന്ന് എനിക്ക് എൻ്റെ അഭിപ്രായം സാർ, ചെറിയൊരു അഭിപ്രായം. പിന്നെ ഈ പാഷൻ എന്ന് പറയുമ്പോൾ, പാഷനിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പെൻഷൻ ആയതിനു ശേഷമാണ് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ. അതിനിടയിലാണ് സാർ യോഗ പഠനം 1 വർഷം, അതുപോലെ അക്യുപ്രഷർ ഹോളിസ്റ്റിക് പഠനം 1 വർഷം, അതിനിടയിൽ മൂവി ചെയ്തു, 2-3 മൂവിയും ഡോക്യുമെന്ററി ഇതൊക്കെ ചെയ്തു. കാരണം എൻ്റെ ഇഷ്ടങ്ങളിൽ ഓരോന്ന് ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാറേ. അതിന് എൻ്റെ വീട്ടില്, എൻ്റെ ഫാമിലിയില് ഹസ്ബൻഡോ അല്ലെങ്കിൽ കുട്ടികളോ ഒന്നും തടസ്സമാവുന്നില്ല. കാരണം നമ്മള് ഗോൾ ഫുൾഫിൽ ചെയ്യുമ്പോൾ നമ്മളെ ജീവിതയാത്രയിൽ ഇപ്പം ജനനം, മരണം 3 അക്ഷരമാണ്. അതിന്റെ ഇടയിലുള്ള ജീവിതം എന്നുള്ള 3 അക്ഷരത്തില് നമ്മൾ ജീവിച്ച് തീർക്കുമ്പം ഈ ജീവിക്കുന്നതിനോട് ഇപ്പം നമ്മളെ കുടുംബത്തിന് ചെയ്യുന്നതിലുപരി നമ്മുടെ ഒരു സിഗ്നേച്ചർ ഇവിടെ ഉണ്ടാക്കുക. കാരണം നമ്മള് മരിക്കുമ്പം അങ്ങനെ മരിച്ചുപോയോ എന്നുള്ള സങ്കടം ജനങ്ങൾക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്തോ ഇവിടെ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ്. സാധാരണ അതിൽ മരിച്ച വീട്ടിൽ വന്നാലും പറയാറില്ല സാറേ, കാരണം പോയോ, നന്നായി പോയത്, മറ്റുള്ള രീതി അയ്യോ പോയോ, അങ്ങനെ ആ ഒരു ഇതാ വേണ്ടത് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ. പിന്നെ നേരത്തെ ഒരു സാറ് പറഞ്ഞ ഒരു കാര്യം, ആവശ്യമില്ലാത്ത സാധനമൊക്കെ മേടിക്കുന്നത്. ഞാൻ സെൽഫ് എംപ്ലോയ്ഡ് ഓഫീസർ ആയിട്ടാകുമ്പോൾ ഒരു മിക്സി റിപ്പയറിന് ലോൺ കൊടുത്ത ഒരു പയ്യന്റെ അടുത്ത് ഞാൻ ഇൻസ്പെക്ഷന് പോയിട്ടാകുമ്പോ അവന് പൈസ അടച്ചില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, 1 ലക്ഷം രൂപ എന്നിട്ട് അതിന്റെ പൈസ അടക്കാൻ പറ്റില്ല. ഇല്ല മാഡം, എങ്ങനെ അടക്കുക, ഇപ്പൊ ഒരു മിക്സി കേടുവന്നാല് ഉടനെ പോയിട്ട് മാറ്റിയെടുക്കുകയാണ് മിക്സി, ആരും റിപ്പയറിന് ഇവിടെ കൊണ്ടുതരുന്നില്ല എന്നുള്ള രീതിയിലാണ്. അതിപ്പം സാധാരണഗതിയിൽ സംഭവിക്കുന്ന ഒരു സംഭവമാണ്. കാരണം ഞാൻ നോർത്തില് മോൻ പഠിക്കുന്നിടത്ത് പോയിട്ടാകുമ്പോ ഈ വള്ളിച്ചെരുപ്പിന്റെ വള്ളി ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന ഒരു ചെറിയ കൊച്ചു കട കണ്ടു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇപ്പോഴും ഇങ്ങനെ വള്ളിച്ചെരുപ്പ് പൊട്ടിയ, പണ്ടെല്ലാം വള്ളിച്ചെരുപ്പ് പൊട്ടിയ വള്ളി മേടിച്ചിട്ട് ഇങ്ങനെ 3 എണ്ണത്തിൽ ഇങ്ങനെ കോർത്തിടുന്ന പതിവുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം വള്ളിച്ചെരുപ്പ് പോയിട്ട് നന്നാക്കാൻ പറ്റുന്ന ഒരു ചെരുപ്പ് പൊട്ടിയാല് നമ്മുടെ കുട്ടികള് അത് വലിച്ചെറിയുന്നത് ഞാൻ ട്രെയിനിൽ ഒരു ദിവസം അങ്ങനെ പൊട്ടിയിട്ടാകുമ്പോ ഒരു പെൺകുട്ടി നല്ല ചെരുപ്പ് 2 ട്രെയിനിന്റെ താഴെ തന്നെ ഇടുന്ന ഞാൻ കണ്ടു സാറേ. കാരണം അത്രയ്ക്ക് ഈ പൈസ എങ്ങനെ വരിക പോവാന്നുള്ള ഒന്നും അവരറിയുന്നില്ല. അവർക്ക് ഫ്രണ്ട്സിന്റെ അടുത്തെത്തുമ്പോൾ അതൊരു വിഷയേ അല്ല. ആ പൈസന്റെ വരവും പോക്കൊന്നും അവർക്ക് ഒരു വിഷയമാവുന്നില്ല. പിന്നെ ഭക്ഷണ രീതി, ആവശ്യമുള്ള ഭക്ഷണം എന്നുള്ള രീതിയിലല്ല, ഇനി എന്ത് കഴിക്കും അങ്ങനെയാണ് കുട്ടികൾ ഇപ്പൊ ശീലിക്കുന്നത്. ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഹോട്ടലിൽ പോയി കഴിക്കുക, വയറ് കേട് വരുത്തുക. കാരണം ഡെയിലി മൈദയുടെ പൊറോട്ട കഴിച്ചിട്ട് വയറ് കേട് വന്നിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ കുട്ടികളെ നമുക്കറിയാം. അങ്ങനെയാണ് ഭക്ഷണ രീതി പോകുന്നത്. പിന്നെ നമ്മുടെ സാറ് പറഞ്ഞ പോലെ ഡിസിപ്ലിൻ കുട്ടികളെ ചെറുപ്പത്തിലെ ഒരു സാധനം എടുത്ത്, നമ്മുടെ വീട്ടിലിപ്പം കുമാരേട്ടന് ഇവിടെ പോലീസ് ഓഫീസർ ആയതുകൊണ്ട് ഒരു പത്രം എടുത്തിട്ട് ആ പത്രത്തിന്റെ താള് തെറ്റി വെക്കാൻ പാടില്ല, പത്രം വെച്ച സ്ഥലത്ത് അങ്ങോട്ട് മാറ്റി വെക്കാൻ പാടില്ല. അപ്പൊ മോളിപ്പോ പറയുന്നതൊക്കെ ചിലപ്പോ ഡാഡി ഇങ്ങനെ പഠിപ്പിച്ചോണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ട്, എന്റെ പിള്ളേർ ഇങ്ങനെ പറയുന്ന പോലെ കേൾക്കുന്നില്ല, തമാശക്ക് പറയും. കാരണം അങ്ങനെയാ സാറേ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ, അത്രയും ഡിസിപ്ലിൻ ആയിട്ട് കുട്ടികളെ വളർത്തണം. എടുത്ത സാധനം എടുത്ത് വെക്കാനും, പിന്നെ അത് വിളി കേൾക്കുന്നത് വരെ എന്നുള്ള രീതിയിൽ തന്നെ അങ്ങനെയുള്ള ശീലങ്ങളാണ് പഠിപ്പിക്കുന്നത്. കാരണം എന്തെങ്കിലും ആരെങ്കിലും പിന്നെ കളഞ്ഞു കിട്ടിയ സാധനം എവിടെയെങ്കിലും ഏൽപ്പിക്കണമെന്നോ, സ്കൂളിൽ നിന്ന് കളഞ്ഞു കിട്ടിയത് അവിടെ സ്കൂളിൽ ഏൽപ്പിക്കണമെന്നോ, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒരുപാട് ഞാൻ പറഞ്ഞ് സമയം കൊല്ലുന്നില്ല. ശരി സാർ, അപ്പൊ എല്ലാം കൊണ്ട് നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ ഇന്നത്തെ. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. വേറെ ആർക്കെങ്കിലും? യെസ്. സോ നമുക്ക് അതിന്റെ ചെയ്യാം സുജിത്തെ. ഓക്കെ, അപ്പം എല്ലാവർക്കും നമസ്കാരം.
വീണ്ടും സന്ധിക്കും വരെ വണക്കം. എല്ലാ ദിവസവും വൈകുന്നേരം നമ്മൾ തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും 8:45 ഇതേ പ്ലാറ്റ്ഫോമിൽ ഇതേ ലിങ്കിൽ നമുക്ക് ക്ലാസ് ഉണ്ട്. നിങ്ങൾക്ക് അതൊക്കെ ജോയിൻ ചെയ്യാം. ഈ ഒരു ലൈഫ് സ്റ്റൈൽ നമുക്ക് വളരെ പെട്ടെന്നല്ല, വളരെ സ്ലോ ആയിട്ട് നമ്മളുടെ ലൈഫിലേക്ക് അഡാപ്റ്റ് ചെയ്യാം. തീർച്ചയായിട്ടും ഈ കുട്ടികളുടെ പുതിയ ജനറേഷനിലേക്കൊക്കെ നമുക്ക് എത്തിക്കാനുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാക്കാനുള്ള പാർട്ടായിട്ടാണ് നമ്മൾ ഈ കണ്ടിന്യൂസ് സ്റ്റഡി ക്ലാസ് നടന്നു പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി സുജിത്തിന്റെ എഫേർട്ട് വളരെ കൂടുതലാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള തലത്തിൽ വിത്ത് പവർ പോയിന്റ് എല്ലാം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെയുള്ള സാഹചര്യങ്ങളുള്ള വ്യക്തികളിലേക്ക് ജസ്റ്റ് ഇതൊന്ന് ഷെയർ ചെയ്യുക. 8:45. കാരണം ഈ എന്തെങ്കിലും മാനസികമായ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളുള്ളവർക്കും നല്ല റിലീഫാണ് ഇങ്ങനെയുള്ള തോട്ടുകൾ. നമ്മളെല്ലാം പ്രശ്നങ്ങളില്ലാത്തവരും കുഴപ്പമില്ല, എങ്കിലും അങ്ങനെയുള്ളവർക്കും അവരിലേക്ക് ഇത് എത്തിക്കുന്ന എപ്പോഴും നന്നായി. സോ ഓക്കെ, താങ്ക് യു വൺസ് അഗൈൻ. സുജിത്തിന് എല്ലാം നന്ദി സ്നേഹം അറിയിക്കുന്നു. താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്. യേശുദാസിന്റെ ദിവസവുമായി ബന്ധപ്പെട്ടുള്ള പാട്ടുകളാണ് പ്രത്യേക ഓർത്തിരിക്കുന്നത്. താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു.